നമസ്കാരം. രാജ്യത്ത് ഇ.വി.എമ്മിലൂടെ അധികാരത്തിലെത്തിയ കോൺഗ്രസ് ഇപ്പോൾ ഇ.വി.എം വേണ്ട, ബാലറ്റ് മതി എന്നാണ് പ്രഖ്യാപിക്കുന്നത്. ഈ പ്രഖ്യാപനത്തിന് പിന്നിൽ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലമാണുള്ളത്. ഇതുവരെ രാജ്യത്തിന്റെ പല കോണുകളിൽ നിന്ന് ഇ.വി.എമ്മിനെതിരെ ഉയർന്ന അവിശ്വാസത്തോട് മുഖം തിരിഞ്ഞു നിന്ന കോൺഗ്രസിനും ഇപ്പോൾ ഇ.വി.എം പഥ്യമല്ലാതായി മാറുകയാണ്. എന്നാൽ ഇ.വി.എമ്മിനെതിരായ പൊതുതാൽപര്യ ഹർജി ഇന്നലെ തള്ളിയ സുപ്രീം കോടതി തോറ്റാൽ മാത്രം ഇ.വി.എമ്മിനെ പഴിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യവും ഉന്നയിക്കുന്നു. ഇ.വി.എമ്മിലുള്ള അവിശ്വാസത്തിനും പൂർണ്ണ വിശ്വാസത്തിനും പിന്നിലെന്താണ്? സ്വാഗതം. സ്പെഷ്യൽ ഡിഷിലേക്ക് നമ്മളൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് ഡോക്ടർ ജി.വി. ഹരി, CPM വക്താവ് ഡോക്ടർ എ. സമ്പത്ത്, വലതു നിരീക്ഷകൻ മിഥുൻ വിജയകുമാർ എന്നിവർ. ആദ്യം ജി.വി. ഹരിയിലേക്ക്. ജി.വി. ഹരി, സമാജ്വാദി പാർട്ടി പോലുള്ള ഇന്ത്യ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾ ഇ.വി.എമ്മിനെതിരെ പരസ്യമായി രംഗത്തെത്തുമ്പോഴും കോൺഗ്രസ് മൗനം പാലിക്കുകയായിരുന്നു. രാജ്യത്ത് പല തെരഞ്ഞെടുപ്പുകളിലും ഇ.വി.എമ്മിനെതിരെ നിരവധി പരാതികൾ വരാറുണ്ട്. ചിലത് തെളിവോടുകൂടിയും തെളിവില്ലാതെയും ഒക്കെ വരാറുണ്ട്. ഈ പരാതികളോട് മുഖം തിരിച്ചു നിന്ന കോൺഗ്രസ് ഇപ്പോൾ ബാലറ്റിലേക്ക് മടങ്ങൂ എന്ന് ആഹ്വാനം ചെയ്യാനുള്ള കാരണമെന്ന്? ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ്, അല്ലെങ്കിൽ ജനാധിപത്യം ശക്തിപ്പെടണമെങ്കിൽ ഞാൻ ഹരിയിലേക്ക് വരാം. അതൊന്ന് പെട്ടെന്ന് പരിഹരിക്കണം. ഓഡിയോയിൽ ചെറിയ പ്രശ്നമുണ്ട്. ഡോക്ടർ സമ്പത്ത്, ഇക്കാര്യത്തിൽ CPM-ന്റെ നിലപാടെന്താണ്? CPIM ഇതിനെ സംബന്ധിച്ച് എല്ലാ അവ്യക്തതകളും മാറ്റണം എന്ന അഭിപ്രായം നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. സീതാറാം യെച്ചൂരി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് തന്നെ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളെ സംബന്ധിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇതിന് പ്രതികൂലമായി ചില രാഷ്ട്രീയ കക്ഷികൾ പറയുകയുണ്ടായി. ചെറുതും വലുതുമായിട്ടുള്ള രാഷ്ട്രീയ കക്ഷികൾ. അത് ഞാൻ പാർലമെൻറ്റിലോ അല്ലെങ്കിൽ നിയമസഭയിലോ അംഗബലം വെച്ചുകൊണ്ട് മാത്രമൊന്നുമല്ല ചെറുതെന്നും വലുതും എന്നുള്ളൊരു പദപ്രയോഗം ഞാനിവിടെ ഉപയോഗിച്ചത്. ഇത് മാത്രമല്ല, ചില മാധ്യമ പ്രവർത്തകരും അതുപോലെ തന്നെ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ ഈ ചില NGOs അവർ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും നിരീക്ഷിക്കുന്നവരും പല അഭിപ്രായങ്ങൾ പറയുകയുണ്ടായി. ഇതിനെ സംബന്ധിച്ച് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തെ പൂർണ്ണമായി അടച്ചാക്ഷേപിച്ചുകൊണ്ടല്ല CPIM ഒരു നിലപാടെടുത്തിരുന്നത്. ഇത്തരം കാര്യങ്ങളിൽ സത്യസന്ധതയും സുതാര്യതയും ഉറപ്പുവരുത്തുന്നു എന്ന് ഈ രാഷ്ട്രത്തെ ബോധ്യപ്പെടുത്താനുള്ള ചുമതല അത് ഇലക്ഷൻ കമ്മീഷനിൽ നിക്ഷിപ്തമാണ്. ഞാനിപ്പോൾ ഇത് പറയുന്നതിൻ്റെ കാരണം, ഇന്ത്യയുടെ ഭരണഘടനയിലെ ഭാഗം 15 ഇന്ത്യൻ ഭരണഘടനയുടെ അതിൽ ആർട്ടിക്കിൾ 324, 325, 326, 327, 329 ചില തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ നമ്മുടെ കോടതികൾക്ക് ഇടപെടാനുള്ള അധികാരത്തിൻ്റെ പരിമിതിയെ സംബന്ധിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ അനുച്ഛേദം 324 മുതൽ 329 വരെയുള്ള കാര്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട അധികാരങ്ങളും ചുമതലകളെയും സംബന്ധിച്ച് പ്രതിപാദിക്കുകയാണ്. ഒപ്പം 16-ാമത്തെ ഭാഗത്തിൽ പാർട്ട് 16-ൽ ഈ സംവരണം, അതിൽ ഹൗസ് ഓഫ് ദ പീപ്പിൾ, നമ്മൾ ലോക്സഭ ഉൾപ്പെടെ അത്തരം, അതുപോലെ തന്നെ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക്, അപ്പോൾ പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കുള്ള സീറ്റുകളുടെ സംവരണവും ഇപ്പോൾ ഈ BJP ഗവൺമെൻറ് അവരുടെ രണ്ടാം മോദി സർക്കാരിൻ്റെ കാലത്താണ് ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിനുണ്ടായിരുന്ന ലോക്സഭയിലെ 2 അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഭരണഘടനാപരമായ ആ വ്യവസ്ഥ എടുത്തു കളഞ്ഞത്. ഇതുപോലെ തന്നെ ശ്രീ ഡോക്ടർ സമ്പത്ത്, ഇ.വി.എമ്മിനെ കുറിച്ചുള്ള അവ്യക്തതകളോടൊപ്പം തന്നെ ഇ.വി.എമ്മിനുള്ള CPM-ന്റെ സമീപനത്തിൽ ഒരു അവ്യക്തതയുണ്ട്. അതായത് ഇ.വി.എമ്മിൽ നിന്ന് ബാലറ്റിലേക്ക് പോവുകയാണ് ഈ പരാതികൾ പരിഹരിക്കാനുള്ള മാർഗമെന്ന് പലരും ചൂണ്ടിക്കാട്ടുമ്പോൾ CPM തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിരന്തരം ആവശ്യപ്പെടുന്നത് അവ്യക്തത പരിഹരിക്കാനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതൊട്ട് ചെയ്യുന്നുമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവ്യക്തത പരിഹരിക്കേണ്ടതാണ് എന്നുള്ളത്, അതിന് പകരം അത് പൂർണ്ണമായി ബാലറ്റിലേക്ക് പോകണമെന്നുള്ള അഭിപ്രായം CPIM എടുത്തിട്ടില്ല. ഇവിടെ നമ്മൾ ഇക്കാര്യത്തിൽ എന്താ, ഇപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാൻ അജിംസേ, നമ്മളൊരു വിമാനത്തിൽ യാത്ര ചെയ്യുകയാണ്. ഒരു വിമാനത്തിൽ ടിക്കറ്റ് എടുത്തിട്ടുള്ള ആളുകളിൽ ആരൊക്കെ ആ വിമാനത്തിൽ ബോർഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ആ വിമാന കമ്പനി ബന്ധപ്പെട്ട അധികൃതർക്ക് ഉറപ്പുണ്ടാവണമല്ലോ, ഇല്ലേ? നമ്മൾ വിമാനത്തിൽ യാത്ര ചെയ്യുന്നവരാണല്ലോ, നമ്മളിതിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവരെല്ലാവരും പങ്കെടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടല്ലോ. 2, ആ വിമാനത്തിൽ ടിക്കറ്റ് എടുത്തിട്ടില്ലാത്ത ആളുകൾ ആരെങ്കിലും വിമാനത്തിൽ അത്തരത്തിൽ ബോർഡ് ചെയ്തിട്ടുണ്ടോ, യാത്രക്കാരായിട്ടുണ്ടോ എങ്കിൽ അത് വാസ്തവത്തിൽ അവരെ ഡീബോർഡ് ചെയ്യേണ്ടതാണല്ലോ, അതും ആ അധികൃതരുടെ ചുമതലയാണല്ലോ. 3,
ഈ യാത്രക്കാരുടെ ബാഗേജുകൾ പരിശോധിക്കുകയും അതുപോലെ തന്നെ യാത്രക്കാരല്ലാത്തവരുടെ ബാഗേജുകൾ പോകാതിരിക്കുകയും അതിൽ കോൺട്രാബാൻഡായിട്ടുള്ള മറ്റു കാര്യങ്ങളോ നിരോധിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം അവിടെ നിന്ന് നീക്കം ചെയ്യേണ്ടതും പരിശോധിക്കേണ്ടതും അതും അവരുടെ ഉത്തരവാദിത്വമാണല്ലോ. അപ്പോൾ ആ യാത്രക്കാരുടെ അവരുടെ സുരക്ഷിതത്വം ഒന്നാമത്തെ കാര്യം, അവരുടെ സൗകര്യം, അവരുടെ സേഫ്റ്റി, കംഫർട്ട്, അത്തരം കാര്യങ്ങൾ ഇതെല്ലാം വളരെ പരമപ്രധാനമായ കാര്യമാണ്. അല്ലാതെ ഇതിൽ ആരൊക്കെയോ 2-3 ആളുകൾ വന്നിട്ടുണ്ട്, കയറിയിട്ടുണ്ട്, അല്ല ടിക്കറ്റ് എടുത്തിട്ടുള്ളതിന് പകരമായി മുമ്പ് നമ്മൾ ഈ ട്രെയിനിലെ യാത്രക്കാരോട് പറയുന്നത് പോലെ ആരൊക്കെയോ ടിക്കറ്റ് എടുത്തു, ടിക്കറ്റ് വേറെ പല ആളുകൾക്ക് മാറ്റി എന്ന് പറയുന്നത് പോലെ അങ്ങനെ ഒരു കാര്യമല്ല വേണ്ടത്. നമ്മുടെ സിസ്റ്റം അവിടെ ഇക്കാര്യത്തിൽ എല്ലാ അർത്ഥത്തിലും ആ സിസ്റ്റം എന്നുള്ളത് ഇലക്ഷൻ സിസ്റ്റം ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥയാണ്. ആ സിസ്റ്റം എന്നുള്ളത് അത് ഫുൾ പ്രൂഫ് ആയിരിക്കണം. അക്കാര്യത്തിൽ അതിൽ ഒരു വിധത്തിലുള്ള ഫെയിലൂറും ഉണ്ടാവാനായി പാടില്ല. ഇലക്ട്രോണിക് യന്ത്രങ്ങളെല്ലാം അപകടമാണ് എന്നുള്ള അഭിപ്രായമൊന്നും CPIM-നില്ല. അങ്ങനെ ഇലക്ട്രോണിക് നമ്മൾ ഈ ഒരു യുഗത്തിൽ നമ്മൾ ഇലക്ട്രോണിക് യന്ത്രങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ദുരുപയോഗപ്പെടുത്താനുള്ള ഇലക്ട്രോണിക് യന്ത്രങ്ങൾ അപകടമാണ് എന്നല്ല വാദം. അത് ഇലക്ട്രോണിക് മാർഗത്തിലൂടെ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ അത് ടാമ്പർ ചെയ്യാനുള്ള സാധ്യത ബാലറ്റിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ടാണ് വികസിത ജനാധിപത്യ രാജ്യങ്ങളായ ജർമ്മനി, ഫ്രാൻസ്, US, UK എല്ലാം ഒരു വട്ടമെങ്കിലും പരീക്ഷിച്ച് അതിൽ നിന്ന് പിന്മാറി ബാലറ്റിലേക്ക് പോയത്. ഇത് ചരിത്രമാണ്. നമ്മുടെ രാഷ്ട്രത്തിലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്ന ആളുകളുടെ എണ്ണം എന്നുള്ളത്, ഞാനിപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിനെ ഞാൻ ന്യായീകരിക്കുകയൊന്നും അല്ല. അങ്ങനെ ദയവായി തെറ്റിദ്ധരിക്കുകയേ ചെയ്യരുത്. പ്രേക്ഷകരോ അല്ലെങ്കിൽ താങ്കളോ ഉൾപ്പെടെ അങ്ങനെ ദയവായി തെറ്റിദ്ധരിക്കരുത്. CPIM ഇങ്ങനെ കണ്ണുമടച്ച് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം പൂർണ്ണമായ അർത്ഥത്തിൽ ഇതാണ് ശരി, ഇതിനപ്പുറം മറ്റൊരു ശരിയില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പറഞ്ഞിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം അത് ബാലറ്റ് ആയിരുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിൽ അട്ടിമറി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഞാൻ അജിംസെല്ലാം വളരെ കുട്ടികളായിരിക്കുന്ന കാലത്ത് ഞാൻ കേട്ടിട്ടുള്ളതായിട്ടുള്ള ഒരു ആരോപണം എന്നുള്ളത് അതിപ്പോഴും ഇതിനെ സംബന്ധിച്ചുള്ളത് കൂടുതൽ പഠനങ്ങൾ നടന്നിട്ടില്ല. എങ്ങനെ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് രേഖപ്പെടുത്തുന്നു, നമ്മൾ സ്റ്റാമ്പ് സീലിൽ മുക്കിയിട്ടേ ആ മഷി സീലിൽ മുക്കിയിട്ടാണല്ലോ ഇവിടെ പതിക്കുകയാണ്. ആ പതിക്കുന്നത് ആ വോട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് അത് അജിംസിനാണ് എങ്കിൽ ഇത് കുറേ മണിക്കൂറുകൾ കഴിയുമ്പോഴേക്ക് അജിംസിന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ആ മാർക്ക് അപ്രത്യക്ഷമാവുകയും പകരം മിഥുൻ വിജയകുമാറിൻ്റെ പേരിന് നേർക്ക് ആ മാർക്ക് പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു എന്ന് പറയുന്നതായിട്ടുള്ളതും മുമ്പ് ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. ഉന്നതരായ ഈ ഇന്നും ജീവിച്ചിരിക്കുന്നതായിട്ടുള്ള മുതിർന്ന പഴയ ചില പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചാൽ ഇതിനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ നമുക്കിപ്പോഴും വെളിച്ചത്ത് വരുന്നതായിരിക്കും. അപ്പോൾ ഇതൊന്നും തന്നെ പൂർണ്ണമായ അർത്ഥത്തിൽ ഇതെല്ലാം ഇങ്ങനെ ഈ ഫുൾ പ്രൂഫാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. കാരണം വളരെ കുട്ടിക്കാലം മുതലേ തെരഞ്ഞെടുപ്പുകൾ കണ്ടിട്ടുള്ളതും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുള്ളതും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ ഇത് സംബന്ധിച്ച് പലപ്പോഴും പ്രത്യക്ഷമായി ഇക്കാര്യത്തിൽ പരാതി വന്നിട്ടുള്ളത് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നാണ്. പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന്, ഇന്ത്യയിൽ പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് പലപ്പോഴായി ഇത്തരത്തിലുള്ള പരാതികൾ ഉണ്ടായിട്ടുണ്ട്. ആ പരാതികൾക്ക് ഇട നൽകാതെ ഇത് സത്യസന്ധവും സുതാര്യവുമായ പരാതികൾ പരിശോധിച്ച് ആ പരാതികളുടെ നിജസ്ഥിതി തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇക്കാര്യത്തിൽ ഫലപ്രദമായി കാലത്ത് ബൂത്ത് പിടുത്തം ഉണ്ടായിരുന്നു, ബാലറ്റ് ബോക്സ് തന്നെ തട്ടിയെടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു, കള്ളവോട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരിഹരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ കൂടുതൽ സുരക്ഷിതത്വവും സുതാര്യതയും ഉറപ്പുവരുത്തി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് എങ്ങനെയാണോ ബാലറ്റ് വോട്ടെടുപ്പിൽ ഈ പറയുന്ന സുരക്ഷിതത്വവും സുതാര്യതയും ഉറപ്പുവരുന്നത് അതുപോലെ EVM-ലും ചെയ്താൽ വൃത്തിയാവും. അപ്പോൾ EVM ഇരുന്നോട്ടെ, കുറച്ച് എന്താണ് സുതാര്യതയും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തിയാൽ മതി. അതാണോ CPM-ന്റെ വാദം? കുറച്ച് എന്നൊരു കാര്യമില്ല. ദർ ഇസ് എ പോസിബിലിറ്റി ഫോർ ആൻ ആക്സിഡൻറ്റ്. വിമാനത്തിൽ ഈ നമ്മളെ ഈ എയറോനോട്ടിക്കൽ എഞ്ചിനീയർമാർ പറയുന്നൊരു പദപ്രയോഗമുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യത്തിൽ സംശയമുണ്ട് എങ്കിൽ ആ കാര്യം സംശയ നിവാരണം നടത്തുക തന്നെ വേണം. ആ സംശയത്തിന് ഒരു ഇട കൊടുക്കാനായി പാടില്ല. ഒരു രോഗിയെ ചികിത്സിക്കുന്നു, സർജറി നടത്തുന്നു, ആശുപത്രിയിലാണ്, അത്തരം കാര്യങ്ങളിലുള്ളതിൽ ആ റിസ്ക് എടുക്കുന്നു എങ്കിൽ ആ റിസ്ക് എടുക്കുന്നതിന് മുമ്പ് ആ റിസ്ക് അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണോ സർജൻസ്, ആ ഡോക്ടർമാർ അത്തരം കാര്യങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പേഷ്യൻറ്റിനെ കയറ്റുന്നതിന് മുമ്പ് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. അല്ലാതെ ഇക്കാര്യത്തിൽ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ, ആ യന്ത്രങ്ങളിൽ ഇപ്പം ഞങ്ങളൊരു കാര്യം നേരത്തെ പറഞ്ഞു, ഇതിൽ നമ്മൾ സ്ലിപ്പ് കൂടി വരുന്നുണ്ടല്ലോ അല്ലേ, അതിൻ്റെ എണ്ണത്തിലെ വർധനവ് 1. 2,
ഒരു നിശ്ചിത ശതമാനം ആ സ്ലിപ്പുകളെങ്കിലും നമ്മൾ വോട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ ആ വരുന്നതിനകത്ത് എല്ലാം ഇപ്പോൾ എണ്ണാൻ ഒരു പക്ഷേ കഴിയോ ഇല്ലേ എന്നുള്ളതിനെ സംബന്ധിച്ച് എല്ലാ രാഷ്ട്രീയ കക്ഷികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ആ ഒരു സ്ലിപ്പ് വരുന്നത് അതിൽ ഒരു നിശ്ചിത ശതമാനം ആ സ്ലിപ്പുകളെങ്കിലും ഏത് ചിഹ്നത്തിലാണ് വോട്ട് ചെയ്തിട്ടുള്ളതെന്ന് അറിയാം. അതിൻ്റെ എണ്ണം ഇപ്പോൾ വളരെ കുറവാണ്. അത് വർദ്ധിപ്പിക്കണം. അപ്പോൾ ഇത് റാൻഡമായി അത്തരത്തിൽ എടുക്കുമ്പോൾ തന്നെ ഇതിൽ എന്തെങ്കിലും ക്യാൻസറിന്റെ അണുക്കൾ ഉണ്ട് എങ്കിൽ ആ ശരീരം മുഴുവനും കീറിമുറിച്ച് പരിശോധനയല്ല, ആ അണുക്കൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ പരിശോധന നമ്മൾ അതിൻ്റെതായ ടെസ്റ്റ് ഡോസ് നടത്തുമ്പോൾ അറിയുന്നത് പോലെ ഇത്തരത്തിൽ നമുക്ക് അറിയാനായി കഴിയുമെന്നുള്ളതാണ്. ശരി, ശ്രീ ജി വി ഹരി, ഇതുവരെ രാജ്യത്ത് ഉയർന്നു വന്ന EVM-നെതിരായ പരാതികൾ അത് പല കോണുകളിൽ നിന്നുണ്ട്, രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുണ്ട്, ഇലക്ട്രൽ ആക്ടിവിസ്റ്റുകളിൽ നിന്നുണ്ട്, പല രീതിയിൽ NGO-കളിൽ നിന്നൊക്കെ പരാതികൾ ഉയർന്നിരുന്നു. അപ്പോഴൊക്കെ കോൺഗ്രസ് മൗനം പാലിക്കുകയോ അത് അവഗണിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ EVM വേണ്ട, ബാലറ്റിലേക്ക് പോകാം എന്ന് ആഹ്വാനം ചെയ്യുന്നതിന് പിന്നിൽ എന്താണ്? അജിംസെ, ഞാൻ പറയുന്നത് കേൾക്കാം എന്ന് വിചാരിക്കുന്നു. കേൾക്കാം, ക്ലിയർ ആണ്. ഓക്കെ, റൈറ്റ്. അജിംസെ, നമ്മളിപ്പോൾ ഈ ചർച്ച സംഘടിപ്പിക്കുന്നത് രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ 75ാമത് വാർഷികവുമായി ബന്ധപ്പെട്ട സമയത്താണെന്നുള്ളതാണ്. നമ്മൾ യാദൃച്ഛികമല്ല ആയിരിക്കാം ഒരു പക്ഷേ, എന്നാൽ പോലും ഞാൻ പറയട്ടെ, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ ആശയം രാജ്യം ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കായി തുടരണം എന്നുള്ളതാണ്. ആ ജനാധിപത്യ റിപ്പബ്ലിക്കായി തുടരണമെങ്കിൽ 5 വർഷത്തിലൊരിക്കൽ കൃത്യമായി തിരഞ്ഞെടുപ്പുകൾ നടക്കുക എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ കുറച്ച് കാലമായി ഈ ഒരു പരാതി ഉയർന്നു കേൾക്കുന്നുണ്ട്. നേരത്തെ രാജ്യം സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആ പരാതിയുണ്ട്, മാധ്യമങ്ങൾക്ക് ആ പരാതിയുണ്ട്, പൊതുജനങ്ങൾക്ക് ചിലർക്കൊക്കെ ഇതിനകത്തൊരു സംശയമുണ്ടാകും. സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ഒരു സ്വാഭാവികമായൊരു സംശയം ഉണ്ടാകുമ്പോൾ അത് നിവാരണം ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ട സർക്കാരുകളാണ്, അതുമായി അതിന് നേതൃത്വം കൊടുക്കുന്ന ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വളരെ വ്യാപകമായി ഇങ്ങനെ ഉണ്ടായപ്പോൾ കോൺഗ്രസ് പാർട്ടി ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ ആ ഒരു ആവശ്യം ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നേരത്തെ ഇവിടെ ഡോക്ടർ സമ്പത്ത് അടക്കം സൂചിപ്പിച്ചതുപോലെ സാങ്കേതികമായി കോൺഗ്രസിന് അങ്ങനെ ഒരു സംശയമില്ലേ? ഇത് ഈ മാധ്യമങ്ങൾക്കും ആക്ടിവിസ്റ്റുകൾക്കും മറ്റ് പാർട്ടികൾക്കുമുള്ള സംശയം നിങ്ങൾ ഏറ്റവും മാത്രമേ? തീർച്ചയായിട്ടും അതുണ്ടാവും. അതുകൊണ്ടാണല്ലോ അജിംസെ നമ്മൾ പറഞ്ഞത് ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞത്. ഞങ്ങൾക്കും ആ സംശയം ഉള്ളതുകൊണ്ട് തന്നെയാണ്. കാരണം നമുക്കറിയാം, മഹാരാഷ്ട്രയിലെ ഏറ്റവും നല്ല ഉദാഹരണം നമുക്കെടുക്കാം. മഹാരാഷ്ട്ര എന്ന് പറയുന്ന സംസ്ഥാനത്ത് വളരെ അനുകൂലമായ ഒരു സാഹചര്യം ഉള്ള ഒരു സ്ഥലത്ത് നമുക്ക് ഇത്രയേറെ വലിയ ഒരു പരാജയം ഉണ്ടായിരിക്കുന്നു. അതുമാത്രമല്ല, പ്രമുഖരായിട്ടുള്ള പല നേതാക്കന്മാരും, അവിടെ വർഷങ്ങളായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പല നേതാക്കന്മാരും 40,000 50,000 വോട്ടിന് ആണ് പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ള കണക്കുകൾ അടക്കം പുറത്തു വരുമ്പോൾ, അതുമാത്രമല്ല അവിടെ രേഖപ്പെടുത്തിയ കണക്കുകളെക്കാൾ എണ്ണിയപ്പോൾ കൂടുതൽ, ഇപ്പോൾ ഏറ്റവും അവസാനമായി വയർ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കണക്ക് നോക്കിയാൽ 33,000 ചില്ലുവാനം വോട്ട് അധികമായി പോൾ ചെയ്തിരിക്കുന്നു. ഇപ്പോഴും അവർ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു മാധ്യമം പുറത്തു കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വെക്കുമ്പോൾ, അതെന്താണ് സംഭവിക്കുന്നത് എന്ന് അന്വേഷിക്കാനും ഞങ്ങൾക്കുള്ള ആ സംശയം ഇല്ലാതാക്കി തരുവാനും ആ ഇലക്ഷൻ കമ്മീഷന് ഉത്തരവാദിത്തമുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ രാജ്യത്ത് പ്രക്ഷോഭം അല്ലെങ്കിൽ ഭാരത് ജോഡോ യാത്ര പോലുള്ള വലിയ പരിപാടികൾ സംഘടിപ്പിച്ചതുപോലുള്ള കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഉള്ള വലിയ ഒരു പ്രക്ഷോഭ പരിപാടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് നമുക്കറിയാം AICCയുടെ അധ്യക്ഷൻ ശ്രീ മല്ലികാർജ്ജുന ഖാർഗെജി പറഞ്ഞിട്ടുള്ളത്. അതായത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലെ ഏറ്റവും തിരിച്ചടിയാണ് ബാലറ്റിലുള്ള അവിശ്വാസം, സംശയം എന്നല്ല. അങ്ങനെയല്ലല്ലോ. അത് മാത്രമല്ല. അങ്ങനെ മാത്രമല്ല, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഇത്ര വളരെ അനുകൂലമായ സാഹചര്യം നോക്കൂ. അവിടെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തല, കേരളത്തിൻ്റെ നമുക്കറിയാവുന്ന രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ പാരമ്പര്യത്തെക്കുറിച്ചൊന്നും ഞാനിവിടെ പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് എത്രത്തോളം കാര്യങ്ങൾ അവിടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ നമുക്കൊക്കെ അറിയാം. എനിക്കും അത്യാവശ്യം അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം അവിടെ നടത്തിയിട്ടുള്ള ഓരോ മണ്ഡലങ്ങളടക്കം പോയി അവിടെ നടത്തിയിട്ടുള്ള ഏകോപിപ്പിച്ചുകൊണ്ടുള്ള എന്നിട്ട് അദ്ദേഹം നൽകിയിട്ടുള്ള റിപ്പോർട്ടടക്കം വളരെ പോസിറ്റീവായിട്ട്, അതിൽ നിന്ന് പോട്ടെ 1-2 സീറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയ ഒരു സീറ്റിൻ്റെ ഒരു വ്യത്യാസം ഇതിനകത്ത് വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും അത് നമ്മളെ അത്തരത്തിലൊരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആലോചന ഉണ്ടാകുന്നതിലേക്ക് പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതുമാത്രമല്ല, വേറെയും പല തെരഞ്ഞെടുപ്പുകൾ നമുക്കുണ്ടായിട്ടുണ്ട് പലയിടത്തും. അത് നമ്മൾ ഹരിയാന മറ്റൊരു ഉദാഹരണമാണ്. ഹരിയാന ഉണ്ടായപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞാണ്, നോക്കൂ, ഹരിയാനയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നൊരു സമയം, ഏറ്റവും മികച്ച രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ അവിടുത്തെ
നമുക്കറിയാവുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തിയ സമയം അവിടെയും ഇതുണ്ടായിരിക്കുന്നു, അതിനുശേഷം ഇവിടെ ഉണ്ടായിരിക്കുന്നു. ഇങ്ങനെ ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ പരാജയം കൊണ്ട് മാത്രമല്ല, സംശയങ്ങൾ പല മേഖലകളിൽ നിന്നും പല നേതാക്കന്മാരും പല ആളുകളും പറയുന്നു. ഇപ്പം ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി മാത്രം പറയുന്നതല്ലല്ലോ. കാരണം രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒട്ടനവധിയായ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നു, മാധ്യമങ്ങൾ പറയുന്നു, ആക്ടിവിസ്റ്റുകൾ പറയുന്നു. അപ്പോഴൊക്കെ അത് ആ സംശയങ്ങൾ നിവർത്തിച്ചു തരേണ്ടതിൻ്റെ ഉത്തരവാദിത്വം രാജ്യത്തെ ഇത് നേതൃത്വം കൊടുക്കുന്ന ഇലക്ഷൻ കമ്മീഷനുണ്ട്, അല്ലെങ്കിൽ സർക്കാരിനുണ്ട്. ഞാനതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് മഹാരാഷ്ട്രയിൽ തിരിച്ചടി നേരിട്ടു, ഹരിയാനയിൽ തിരിച്ചടി നേരിട്ടു, പക്ഷേ തെലങ്കാനയിൽ നിങ്ങൾ ജയിച്ചു, കർണാടകയിൽ ജയിച്ചു, ഹിമാചൽ പ്രദേശിൽ ജയിച്ചു, കശ്മീരിൽ നിങ്ങളുടെ മുന്നണി ജയിച്ചു. അപ്പോൾ ജയിക്കുമ്പോഴൊന്നും നിങ്ങൾക്ക് പരാതിയില്ല, തോക്കുമ്പോഴാണ് പരാതി എന്ന് സുപ്രീം കോടതി ചോദിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് ജയിക്കുമ്പോഴും തോൽക്കുമ്പോഴും ഉണ്ടാകുന്നൊരു പരാതിയുടെ പ്രശ്നത്തിലല്ല. ഞങ്ങൾ ജയിച്ചാൽ കുഴപ്പമില്ല, EVM നല്ലതാണെന്നൊരു അഭിപ്രായമല്ല ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. EVM തന്നെ മാറ്റി തിരിച്ചു ബാലറ്റിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. നമുക്കിവിടെ ജയപരാജയമല്ല പ്രധാനം. ജയിച്ചാലും തോറ്റാലും രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിന് ഇത് ഒരു കളങ്കമായി നിൽക്കുന്നു. ആളുകൾക്കിടയിൽ ഇതൊരു സംശയമുണ്ടായിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അത് ജനാധിപത്യത്തിനേറ്റുന്ന കളങ്കമാണ്. ആ ജനാധിപത്യത്തിനേറ്റുന്ന കളങ്കം ഉണ്ടാകാൻ പാടില്ല. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി നമ്മൾ അറിയപ്പെടുമ്പോൾ ഇങ്ങനെ ഒരു കളങ്കം ഇവിടെ ജനങ്ങൾക്കിടയിൽ തന്നെ, ഈ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ തന്നെ ഉണ്ട്, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലുണ്ട്, ഇവിടുത്തെ മാധ്യമങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ അത് മാറ്റണ്ടേ അജിംസെ? അത് തീർച്ചയായിട്ടും മാറ്റണ്ടേ? അത് മാറ്റണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അത് മാത്രമല്ല, അജിംസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദേശ രാജ്യങ്ങൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുന്നത്, ദയവായിട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുന്നത്. നോക്കൂ, ഇവിടെ നോക്കൂ, നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കയുണ്ട്, ജപ്പാനുണ്ട്, നമ്മളെക്കാൾ വളരെയധികം സാങ്കേതിക വിദ്യയിൽ മുൻപിട്ട് നിൽക്കുന്ന ആളുകളാണ്. എന്തുകൊണ്ട് അവർ ആ പരീക്ഷണം നടത്തിയതിനു ശേഷം അവർ പിൻവാങ്ങി? അപ്പോൾ ദർ ഈസ് എ പോസിബിലിറ്റി. ഇത് ടാമ്പർ ചെയ്യാൻ കഴിയില്ല എന്ന് ആരൊക്കെ പറഞ്ഞാലും ദർ ഈസ് എ പോസിബിലിറ്റി. നോക്കൂ, ഇവിടെ എന്താണ്, ആഫ്രിക്കയിൽ ഇരുന്നു കൊണ്ട് തിരുവനന്തപുരത്തുള്ള ഒരാളുടെ പൈസ, അക്കൗണ്ടിൽ കിടക്കുന്ന പണം നമ്മൾ അറിയാതെ കൊണ്ടുപോകുന്ന ഒരു സാങ്കേതിക വിദ്യ നിലവിലുള്ള രാജ്യത്ത് ഒരു വോട്ട് മാറ്റി എടുക്കാനാണോ പ്രശ്നം എന്ന് ചോദിച്ചാൽ അതിന് നമ്മൾ ഉത്തരം പറയേണ്ടതുണ്ട്, അത് നിവർത്തിച്ചു തരേണ്ടതുണ്ട്, അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ. അതാണ് നമ്മൾ പറയുന്നത്. അതിന് ഉത്തരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്, ജി വി ഹരി. കാരണം ഇത് ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്ത ഒരു മെഷീനല്ല, അതുകൊണ്ട് വേറെ എവിടെയെങ്കിലും ഇതിൽ വോട്ട് മാറ്റാൻ കഴിയില്ല, അതൊരു സ്റ്റാൻഡ് അലോൺ ഡിവൈസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് എങ്ങനെ ടാമ്പർ ചെയ്യപ്പെടുന്നു എന്ന് പോലും മനസ്സിലാവുന്നില്ല. ഒരു നിമിഷം, പരാതിപ്പെടുന്നത് എങ്ങനെയാണ് ടാമ്പർ ചെയ്യുന്നതെന്ന് പോലും പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. നോക്കൂ, അവിടെയാണ് പ്രശ്നം. നോക്കൂ, ഇതിനകത്ത് എക്സ്പെർട്ട്, ഞാനോ അജിംസോ ഇതിനകത്തൊരു എക്സ്പെർട്ട് അല്ല. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത്, ഇത് പരിശോധിക്കാമെന്ന് പറയുമ്പോഴും ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു മദർ ബോർഡ് ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള മദർ ബോർഡുകളൊന്നും പരിശോധിക്കാനുള്ള അവസരമൊന്നും നമുക്ക് തരില്ല. അഥവാ നമുക്ക് തന്നാൽ, ഇപ്പോൾ എൻ്റെ മുമ്പിലേക്ക് EVM തുറന്നു വെച്ച് നിങ്ങൾ പരിശോധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസമാണ്. ഞാൻ പറയുന്നത് ഇതിനൊരു എക്സ്പേർട്ട് കമ്മിറ്റി ഉണ്ടാക്കട്ടെ. ഞാനൊരു സജഷൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു എക്സ്പേർട്ട് കമ്മിറ്റി ഉണ്ടാവട്ടെ. ആ എക്സ്പേർട്ട് കമ്മിറ്റി എന്ന് പറയുന്നത്, ആ എക്സ്പേർട്ട് കമ്മിറ്റികൾ ടെക്നിക്കലി നന്നായി ഇത് കാര്യങ്ങൾ ചെയ്യാൻ അറിയുന്ന ഒരാൾക്ക് ഇതിനെക്കുറിച്ച് ഇതിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പറയാൻ പറ്റുന്നത്. പക്ഷേ ഒരു കോമൺ സെൻസിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ ഫോണിൽ നിന്ന് അജിംസിൻ്റെ ഫോണിലേക്ക് ഒരു വയറുമില്ലാതെ ഒരു പടം അയക്കാം. ഈ രാജ്യത്ത് എൻ്റെ ഫോണിലും അജിംസിൻ്റെ ഫോണുമായി കണക്ട് ചെയ്യാതെ തന്നെ നമുക്ക് പൈസ അയക്കാം, ആണല്ലോ അല്ലേ? നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പണം അയക്കാൻ ഇപ്പോൾ ബാങ്കിൽ പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ല. അപ്പോൾ ബ്ലൂടൂത്ത് എന്നൊരു സാങ്കേതിക വിദ്യ ഉണ്ടല്ലേ? അപ്പോൾ ഇതൊട്ട് ഒന്നും കണക്റ്റഡ് അല്ല എന്ന് നമ്മൾ പറയുന്നു. പക്ഷേ ഇത് ഈ സംവിധാനങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ അങ്ങനെ ഒരു ആംബിഗ്വിറ്റി, അങ്ങനെ ഒരു അവ്യക്തത നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ അവ്യക്തത മാറ്റാൻ അതിന് ബന്ധപ്പെട്ട ആളുകൾ മുന്നോട്ട് വരണം. അതൊരു സ്റ്റേറ്റ്മെൻറ്റിൽ കൊണ്ടായി പോരാ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത് കൊണ്ട് കാര്യമില്ല. മറിച്ച് ചെയ്യേണ്ട ഒരു കാര്യം, ഒരു ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിക്കട്ടെ. ഇപ്പോൾ പാർലമെൻറ്റ് ഉണ്ടല്ലോ, പാർലമെൻറ്റ് തന്നെ അതിന് മുൻകൈ എടുത്തുകൊണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട അതിൻ്റെ കമ്മിറ്റികളുണ്ട്, പല ടെക്നിക്കൽ കമ്മിറ്റികളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അവർ നേതൃത്വം എടുത്തുകൊണ്ട് ടെക്നിക്കലായിട്ടുള്ള, അതിൽ നോഹവുള്ള വിദഗ്ധരായിട്ടുള്ള ആളുകളെ ഇതിനകത്ത് ബന്ധപ്പെടുത്തിക്കൊണ്ട് അത് തെളിയിക്കട്ടെ. അങ്ങനെയല്ല എന്ന് പറയട്ടെ. അതല്ലേ വേണ്ടിയത്? ശരി. ശ്രീ മിഥുൻ വിജയകുമാർ, EVM രാജ്യത്ത് 80-കൾ തൊട്ടേ പരീക്ഷണാടിസ്ഥാനത്തിൽ കൊണ്ട് പിന്നീടുള്ള ദശാബ്ദങ്ങളിൽ അത് പൂർണ്ണമായി നമ്മൾ ഉപയോഗിക്കുകയാണ്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഉപയോഗിക്കുകയാണ്. ഈ EVMനെതിരെ ആദ്യമായി രാഷ്ട്രീയമായൊരു സംശയം ഉന്നയിക്കുന്നത് BJP നേതാവ് LK അഡ്വാണിയാണ്. പാർലമെൻറ്റിൽ അദ്ദേഹം EVMനെതിരെ പ്രസംഗിക്കുന്നു. രാംവിലാസ് പാസ്വാൻ പിന്നീട് പറയുന്നു. LK അഡ്വാണി തന്നെ പുറത്തിറങ്ങി വന്ന് ഇതേക്കുറിച്ച് സംസാരിക്കുന്നു. അതേ തുടർന്ന് എല്ലാ പാർട്ടികളുടെയും ആവശ്യപ്രകാരം VVPAT സംവിധാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവരികയാണ്. പിന്നീട് ഈ EVMനെ പറ്റിയുള്ള വ്യാപകമായ പരാതികൾ പിന്നീട് ഉണ്ടാകുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പലയിടത്തു നിന്നും വീഡിയോ ദൃശ്യങ്ങൾ സഹിതം EVMകൾ സ്ഥാനാർത്ഥിയുടെ തന്നെ വാഹനത്തിൽ പോകുന്നത്, സിറ്റിംഗ് MLAയുടെ വാഹനത്തിൽ കൊണ്ടുപോകുന്നത്,
വഴിയിൽ വലിച്ചെറിയപ്പെട്ട രീതിയിൽ ഇ വി എമ്മുകൾ കിടക്കുന്നതൊക്കെ നമ്മൾ ചിത്രങ്ങൾ കണ്ടതാണ്. അതൊക്കെ ശരിയുമാണ്. പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതേക്കുറിച്ച് വിശദീകരണം നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണ്ട് 20 ലക്ഷത്തോളം ഇ വി എമ്മുകൾ മിസ്സിംഗ് ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്ത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു വിവരാവകാശ പ്രവർത്തകൻ ബോംബെ ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തിരുന്നു. 2022 ഇതേ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കർണാടക അസംബ്ലിയിൽ അവിടുത്തെ ഒരു കോൺഗ്രസ് MLA അതേക്കുറിച്ച് സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതേക്കുറിച്ചൊന്നും ഒരു മറുപടിയില്ല. ഇ വി എമ്മിനെ കുറിച്ച് ആദ്യമേ സംശയം ഉന്നയിച്ച BJPക്ക് ഇപ്പോൾ അതേക്കുറിച്ച് സംശയമേ ഇല്ല. യഥാർത്ഥത്തിൽ ഇത് ഇ വി എമ്മിലുള്ള അവിശ്വാസം രാജ്യത്ത് വർദ്ധിപ്പിക്കാനല്ലേ ഉതകുക? ഇ വി എമ്മിനെ കുറിച്ച് BJP പറഞ്ഞോ കോൺഗ്രസ് പറഞ്ഞോ എന്നതല്ല. ഇ വി എം എന്ന ഡിവൈസിനെ കുറിച്ച് കുറച്ചെങ്കിലും ഒരു ബോധം ഉണ്ടെങ്കിൽ നമുക്ക് ആർക്കും അതിനെ കുറിച്ച് ഒരു സംശയം ഉണ്ടാവില്ല. ഇവിടെ താങ്കൾ തന്നെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. അതൊരു സ്റ്റാൻഡ് അലോൺ ഡിവൈസ് ആണ്. അത് ഇന്റർനെറ്റുമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നെറ്റ്വർക്ക് ആയിട്ടോ കണക്റ്റഡ് അല്ല. അതിലുള്ള ചിപ്പ് എന്ന് പറയുന്നത് ഒരു വൺ ടൈം പ്രോഗ്രാമബിൾ ചിപ്പാണ്. വൺ ടൈം പ്രോഗ്രാമബിൾ ചിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സോഫ്റ്റ്വെയറിൽ നിങ്ങൾക്ക് ഒരു ഓൾട്ടർ ചെയ്യാൻ പറ്റില്ല. അത് ഒരു മാനുഫാക്ചറിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സോഫ്റ്റ്വെയറിൽ ഒരു എന്താ പറയുക എന്തെങ്കിലും വ്യത്യാസങ്ങളൊന്നും വരുത്താൻ സാധിക്കാത്ത ഒരു ഡിവൈസ് ആണ് ഇ വി എം. പിന്നെ അതിന്റെ അലോക്കേഷൻ പ്രോസസ് എന്ന് പറയുന്നത് വളരെ റാൻഡം ആണ്. ഓരോ മണ്ഡലത്തിനും വളരെ റാൻഡം ആയിട്ടാണ് അത് അലോക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ അതിന് റെക്കോർഡ് ആൻഡ് സ്റ്റോർ എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് അതിൽ ഒന്നും ചെയ്യാനുള്ള കേപ്പബിലിറ്റി ആ ഡിവൈസിനില്ല. ഇവിടെ ശ്രീ GV ഹരി എന്തൊക്കെ ഉദാഹരണങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു ബ്ലൂടൂത്ത് വഴി പണം അയക്കാന്നൊക്കെ. അജിംസിന്റെ ഫോണിൽ നിന്ന് GV ഹരിയുടെ ഫോണിലേക്ക് എങ്ങനെയാണ് ബ്ലൂടൂത്ത് വഴി പണം അയക്കുന്നത് എനിക്ക് അറിയില്ല. ബ്ലൂടൂത്ത് ആണെങ്കിൽ പോലും അതൊരു കണക്റ്റഡ് നെറ്റ്വർക്ക് ആണെന്ന് താങ്കൾ മനസ്സിലാക്കണം. അതുപോലെ അല്ല ഇ വി എം ടോട്ടലി ഡിസ്കണക്റ്റഡ് ആണ്. അതൊരു സ്റ്റാൻഡ് അലോൺ ഡിവൈസ് ആണ്. അത് മറ്റൊരു നെറ്റ്വർക്കുമായിട്ട് കണക്റ്റഡ് അല്ല. ഇവിടെ ബ്ലൂടൂത്ത് ആണെങ്കിലും ഇന്റർനെറ്റ് ആണെങ്കിലും ഇതൊക്കെ ഒരു നെറ്റ്വർക്ക് ആണ്. അതിലേക്ക് എന്താ പറയുക രണ്ട് ഡിവൈസ് തമ്മിലുള്ള ഇന്റർ കണക്ഷൻ അവിടെ എസ്റ്റാബ്ലിഷ് ആവുന്നുണ്ട്. അങ്ങനെ ഒരു ഇന്റർ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇ വി എം വഴി സാധിക്കില്ല. അതാണ് ഇ വി എമ്മിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇ വി എം എംബ്രേസ് ചെയ്ത ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഇവിടെ ഇ വി എമ്മിനെ തള്ളി പറഞ്ഞ രാജ്യങ്ങളൊന്നുമില്ല. ഇ വി എം പരീക്ഷിച്ചു അല്ലെങ്കിൽ ബാലറ്റ് പേപ്പറിലേക്ക് തിരിച്ചു പോയി എന്നതിനപ്പുറത്തേക്ക് ഇ വി എമ്മിനെ പരീക്ഷിച്ച് അത് ഫലപ്രദമായി അത് നടപ്പിലാക്കിയ രാജ്യങ്ങളുണ്ട്. അതിന്റെയൊക്കെ എക്സാമ്പിൾ നമ്മൾ കാണേണ്ടതാണ്. അപ്പം ഈ മഹാരാഷ്ട്രയിൽ തോറ്റ് കഴിഞ്ഞ വിഷയം മഹാരാഷ്ട്രയിൽ തോറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണല്ലോ ഇ വി എമ്മിന്റെ വിഷയം ചർച്ചയില് താങ്കളുടെ തന്നെ വലിയ ജനാധിപത്യ രാജ്യങ്ങളിൽ ഏതാണ് ഇ വി എം അല്ല ഞാൻ മനസ്സിലാക്കുന്നത് ജർമ്മനിയിലൊക്കെ തന്നെ ഇ വി എമ്മിന്റെ ഒരു ശക്തമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഡിസ്കഷൻ പല രാജ്യങ്ങളിലും ജർമ്മനി ഉപയോഗിച്ചതും ഇന്ത്യയിലേതുപോലെ സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള ഒരു ഇ വി എം തന്നെയാണ്. അവർ ബാൻ ചെയ്യാനുള്ള കാരണം അത് സ്റ്റാൻഡ് അലോൺ ആണ്, അതുകൊണ്ട് സുരക്ഷിതമാണ് എന്ന് കരുതിയിട്ടല്ല, അതിലും സുരക്ഷിതമാണ് ബാലറ്റ് എന്ന് കണ്ടുകൊണ്ടാണ് അവർ അതിലേക്ക് പോയത്. അല്ല, ഇ വി എമ്മിനെ കുറിച്ച് എലോൺ മസ്ക് പറഞ്ഞ ഒരു കാര്യം താങ്കൾ കണ്ടിരുന്നോ? ഇന്ത്യയിലെ ഇലക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് എലോൺ മസ്ക് പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തെക്കാളും വലിയൊരു ടെക്നോളജിസ്റ്റ് ഒന്നും ഈ ലോകത്തൊന്നുമില്ലല്ലോ. എലോൺ മസ്കിനെ പോലുള്ള ആളുകൾ പോലും ഇന്ത്യയുടെ ഇലക്ഷൻ പ്രോസസ്സിനെ ഇത്രയധികം എന്താ പറയാ വാഴ്ത്തി പറയുമ്പോൾ നമ്മുടെ ഇവിടെയുള്ള കോൺഗ്രസിലെ കുറച്ച് നേതാക്കൾ ഇന്ത്യ പോലെ ഒരു വലിയ രാജ്യം തെരഞ്ഞെടുപ്പ് നടത്തി പെട്ടെന്ന് ഫലം പ്രഖ്യാപിക്കുന്നു, നമ്മൾ ഇപ്പോഴും എണ്ണിക്കൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അതേ എലോൺ മസ്ക് 2 മാസം പറഞ്ഞറിയോ? ഒരു നിമിഷം, അതേ എലോൺ മസ്ക് പറഞ്ഞെന്താണെന്നറിയോ? ഇന്ത്യൻ ഇ വി എം ഒക്കെ ഞാൻ ഹാക്ക് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞത്. അതേ എലോൺ മസ്ക് പറയുന്നു ഇന്ത്യൻ ഇ വി എം ഒക്കെ ഞാൻ ഹാക്ക് ചെയ്യാം എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. എലോൺ മസ്ക് അല്ല, ലോകത്താര് വിചാരിച്ചാൽ അത് ഹാക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ ഉണ്ട്. എലോൺ മസ്ക് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞത്. എലോൺ മസ്കിനെ പോലുള്ള ആളുകൾ പോലും നമ്മുടെ ഇലക്ഷൻ പ്രോസസ്സിനെ വാഴ്ത്തി പറയുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇ വി എം തന്നെയാണ് എന്നതാണ് അവിടെ ഒരു യാഥാർത്ഥ്യമുള്ളത്. ഞാൻ ഇത്രയും നേരം പറഞ്ഞ ഇ വി എമ്മിന്റെ ടെക്നിക്കാലിറ്റീസ് ഏതെങ്കിലും ഒന്ന് താങ്കൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റുമോ? ഇ വി എം ഒരിക്കലും ഹാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് അല്ല എന്നൊരു ഫാക്ട് ആണ്. അതിനെ അത് മനസ്സിലാക്കുക. ഇത് ഹാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതല്ല. ഈ ഇ വി എമ്മിനെ പറ്റി സയൻറ്റിഫിക്കായി പഠിച്ചു, ഇന്ത്യൻ ഇ വി എമ്മിനെ പറ്റി സയൻറ്റിഫിക്കായിട്ട് ആദ്യം പഠിക്കുന്നത് 2010 മിഷിഗൻ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകനായ അലക്സ് ഹെൽഡർമാനാണ്. അദ്ദേഹം പറയുന്നത് ഇത് എവിടെയെങ്കിലും വിദൂര സ്ഥലത്ത് നിന്ന് റിമോട്ടായി ഹാക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഫിസിക്കലി ആക്സസബിൾ ആവുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ക്രിമിനലുകൾ ഉണ്ടാവുമല്ലോ, അത് വളരെ പെട്ടെന്ന് തന്നെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തന്നെ അതിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. പോൾ ചെയ്ത വോട്ടുകളിലെ നമ്പറുകൾ മാറ്റാൻ കഴിയും, അതിലെ ഡാറ്റയിൽ മാറ്റം വരുത്താൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് അദ്ദേഹത്തിൻ്റെ വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി അവൈലബിൾ ആണ്. അല്ല, അങ്ങനെയാണെങ്കിൽ ടാമ്പറിംഗ് നമുക്ക് ബാലറ്റ് പേപ്പറിൽ നടത്താൻ പറ്റും. ഫിസിക്കൽ ആക്സസ് ഉള്ള ഏതൊരു സംഗതിയെ നമുക്ക് ടാമ്പർ ചെയ്യാൻ പറ്റും. അത് ഇ വി എമ്മിന് മാത്രമൊന്നുമല്ല. അപ്പൊ ഫിസിക്കൽ ആക്സസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ടാമ്പർ ചെയ്യുക, അവിടെ ഏറ്റവും കൂടുതൽ ബ്രീച്ച് ആവുന്ന എന്താണ്? അവിടുത്തെ സെക്യൂരിറ്റി പ്രോട്ടോകോൾ ആണ്. അതായത് ഫിസിക്കൽ സെക്യൂരിറ്റി പ്രോട്ടോകോൾ. ബ്രീച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ഫിസിക്കലി ആക്സസിബിൾ ആവുന്ന ഒരു സാഹചര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ മിഥുൻ,
മിഥുൻ പറയുന്ന ആ ഫിസിക്കലി ആക്സസിബിൾ ആവുന്ന സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിരവധി തവണ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു ഉദാഹരണം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാണ്. മിഥുൻ, ഒരു നിമിഷം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ ജോൺപൂർ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലം, ആ ലോക്സഭാ മണ്ഡലത്തിൽ ഈ പറയുന്ന EVMകൾ സൂക്ഷിച്ചു വെച്ച സ്ട്രോങ് റൂമിന് മുമ്പിൽ സമാജ്വാദി പാർട്ടി പ്രവർത്തകർ കാവൽ നിൽക്കുകയാണ്. രാത്രി 12 മണി കഴിഞ്ഞപ്പോൾ ഒരു ട്രക്ക് നിറയെ EVMുമായിട്ട് ആ സ്ട്രോങ് റൂമിലേക്ക് വരിക ട്രക്ക്. അവർ ആ ട്രക്ക് തടയുന്നു. ജില്ലാ കളക്ടർ ഓടിയെത്തുന്നു. ജില്ലാ കളക്ടറോട് അവർ പരാതി പറയുന്നു, ഇത് എന്ത് ട്രക്കാണ്, ഇതെന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ചോദിക്കുമ്പോൾ പറയുന്നു അത് സ്ഥലം മാറിപ്പോയതാണ്, ഇവിടെ ഇറക്കാനുള്ള EVM അല്ല എന്ന് പറഞ്ഞ് കളക്ടർ ആ ട്രക്ക് തിരിച്ചയക്കുന്നു. അപ്പോൾ ഇതിൽ സമാജ്വാദി പാർട്ടി ഒരു നിമിഷം സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഈ CPMും കോൺഗ്രസും പറയും പോലെയല്ല പറയുന്നത്. അദ്ദേഹം പറയുന്ന കാര്യം, ഞങ്ങൾ ജയിച്ചാലും ഞങ്ങൾ തോറ്റാലും EVM സംശയാസ്പദമാണ്. ഞങ്ങൾ ജയിച്ചാലും ഞങ്ങൾക്ക് സംശയമുണ്ട്, ഞങ്ങൾ തോറ്റാലും സംശയമുണ്ട്. അതിന് കാരണം അവർ ഇത് കയ്യോടെ പിടിക്കുകയാണ്. അതുകൊണ്ടാണ് അവരെ സംശയം ഉന്നയിക്കുന്നത്. അതായത് ഫിസിക്കലി ആക്സസിബിൾ ആവുന്ന സാഹചര്യം നമ്മുടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. മിഥുൻ, ഫിസിക്കലി ആക്സസിബിൾ ആവുന്ന സാഹചര്യങ്ങൾ ബാലറ്റ് ബോക്സുകൾക്കും വരുന്നുണ്ട് സർ. JNK ഇലക്ഷൻ താങ്കൾ മറന്നുപോയോ? ബാലറ്റ് ബോക്സുകളെല്ലാം എടുത്ത് കത്തിച്ചതും തീവ്രവാദികൾ ബസ് ആക്രമിച്ചതും എല്ലാം ഈ വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബാലറ്റ് ബോക്സുകൾ കൊണ്ടുപോകുന്ന വണ്ടികളൊക്കെ തടഞ്ഞു നിർത്തി കത്തിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഫിസിക്കലി ആക്സസിബിൾ ആവുന്ന സാഹചര്യമല്ല നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ കോൺഗ്രസ് ഉയർത്തി കാണിക്കുന്ന ഒരു കാര്യം, ഞങ്ങൾക്ക് EVMൽ വിശ്വാസമില്ല എന്നാണ്. ഇവിടെ താങ്കൾ തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. സുപ്രീം കോടതി എന്താ പറഞ്ഞത്? EVM എന്ന് പറയുന്ന ഒരു മെഷീനെ എന്താ പറയാ വിശ്വസിക്കാതിരിക്കുന്ന ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നതിന് പകരം ഇവിടെ ഒരു ട്രസ്റ്റിന്റെ കൾച്ചർ ഉണ്ടാക്കിയെടുക്കുക. അല്ലാണ്ട് EVMനെ കുറ്റം പറയുന്ന കാര്യം ഒഴിവാക്കിയിട്ട് ട്രസ്റ്റ് ബേസ്ഡ് ആയിട്ട് ഒരു കൾച്ചർ ഉണ്ടാക്കിയെടുക്കാൻ സുപ്രീം കോടതി പറയുമ്പോൾ ഇവിടെ സമാജ്വാദി പാർട്ടിയുടെ ഏതൊരു നേതാവ് എന്തോ പറഞ്ഞു ആണോ ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇവിടെ EVMന്റെ വിഷയം എന്തുകൊണ്ടാണ് വരുന്നത്? മഹാരാഷ്ട്രയിൽ ഇലക്ഷനിൽ തോറ്റു എന്നൊരൊറ്റ കാരണം കൊണ്ടല്ലേ. പാലക്കാട് ജയിച്ചു, EVMന് കുഴപ്പമില്ല. വയനാട് EVMന് കുഴപ്പമില്ല. ജാർഖണ്ഡിൽ EVMന് കുഴപ്പമില്ല. ഈ മഹാരാഷ്ട്രയിലെ ഇലക്ഷനെ മുൻനിർത്തിക്കൊണ്ട് മാത്രം, അതിന്റെ പേരിൽ മാത്രമല്ല ഈ EVM വിഷയം ഉയർന്നു വരുന്നത്. താങ്കളുടെ തന്നെ ചർച്ചയിൽ ഇവിടെ CPM പ്രതിനിധി കൂടി അന്ന് ആ പാനലിൽ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ സഞ്ജയ് റാവുത്ത് ഈ വിഷയം എടുത്തിട്ടു എന്ന് പറഞ്ഞപ്പം അന്ന് കോൺഗ്രസിന്റെ പ്രതിനിധി ഈ വിഷയത്തെ തള്ളി പറഞ്ഞതാണ്. ഞങ്ങൾ സഞ്ജയ് റാവുത്തിനെ കൂട്ടുപിടിക്കുന്നില്ല, സഞ്ജയ് റാവുത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞോട്ടെ, അങ്ങനെയൊന്നും കോൺഗ്രസ് പറയില്ല എന്ന് പറഞ്ഞ കോൺഗ്രസ് ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുകയാണെന്നാണ് പറയുന്നത്. മാത്രമല്ല ഇവിടെ പ്രക്ഷോഭങ്ങൾ എന്നൊക്കെ പറഞ്ഞു വരുന്ന വീഡിയോസ് ഉണ്ടല്ലോ, അതുപോലും ഫേക്ക് ആണെന്നുള്ളത് ഫാക്ട് ചെക്ക് ചെയ്യുന്ന ഒരുപാട് സൈറ്റുകൾ ഇപ്പം പബ്ലിഷ് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ പ്രക്ഷോഭം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുള്ള ഒരു വലിയ പ്രക്ഷോഭം നടക്കുന്നു മഹാരാഷ്ട്രയിൽ, അതുമായി ബന്ധപ്പെട്ട വീഡിയോ പോലും ഫേക്ക് ആണ്. അപ്പം ഇവരുടെ നെറേറ്റീവ് തന്നെ എത്രയ്ക്ക് പൊളിഞ്ഞു പോയൊരു നെറേറ്റീവ് ആണെന്ന കാര്യമല്ലേ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജയിക്കുന്ന സംസ്ഥാനങ്ങളിലും ജയിക്കുന്ന സ്ഥലങ്ങളിലും ഒന്നും ഒരു കുഴപ്പമില്ല, പക്ഷെ എവിടെ തോൽക്കുന്നോ അന്ന് EVMന് കുഴപ്പമുണ്ട്. അപ്പം EVMുമായിട്ടുള്ള ഈ ഒരു വിശ്വാസമില്ലായ്മയ്ക്ക് അപ്പുറത്തേക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു എന്ന കാര്യം മാത്രം ഇൻസ്പെക്ട് ചെയ്താൽ മതി. മഹാരാഷ്ട്രയിൽ ഇവരുടെ നെറേറ്റീവ് ഒന്നും തന്നെ വർക്കൗട്ട് ആയിട്ടില്ല എന്നതൊരു വലിയ യാഥാർത്ഥ്യമാണ്. മറാഠ്വാഡ റീജിയനിൽ ഇവർക്ക് ഒരു ആധിപത്യവും സ്ഥാപിച്ചെടുക്കാൻ സാധിച്ചില്ല. മഹാരാഷ്ട്രയിൽ ഇവര് എന്താ പറയാ കറപ്ഷൻ എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തിയിട്ടും മോദി കറപ്റ്റ് അല്ല എന്ന കാര്യം ആണ് പുറത്തേക്ക് വരുന്നത്. അതായത് ജനങ്ങൾക്ക് മോദി കറപ്റ്റ് ആണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നതാണ് ഈ മഹാരാഷ്ട്ര ഇലക്ഷൻ ഏറ്റവും കൂടുതൽ തെളിയിച്ചു കൊടുത്ത ഒരു കാര്യം. അപ്പം ഇവിടെ EVMന് കുറ്റം പറയുന്നതിന് പകരം സ്വന്തം ഇലക്ഷൻ മെഷീനറിയുടെ ഫെയിലിയർ അല്ലെങ്കിൽ സ്വന്തം എന്താ പറയുക ഇലക്ഷൻ സ്ട്രാറ്റജിയുടെ ഫെയിലിയർ പരിശോധിക്കുകയാണ് കോൺഗ്രസ് ഇവിടെ വേണ്ടത്. അല്ലാതെ എവിടെ തോൽക്കുന്നു അവിടെ EVMന് കുഴപ്പം, എവിടെ ജയിക്കുന്നു അവിടെ ഒരു കുഴപ്പം. ഇവർ ഏതെങ്കിലും ഒരു തവണ ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു ഇലക്ഷനിൽ ഇവർ പറഞ്ഞിട്ടുണ്ടോ, ജയിച്ച ഇലക്ഷനിൽ ഇവർ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ EVMന് കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ EVMന്റെ പറയുന്നില്ല, പക്ഷേ സമാജ്വാദി പാർട്ടി അവർ നേരത്തെ മുതലേ പറയുന്നുണ്ട് ഞങ്ങൾ ജയിച്ചാലും ഞങ്ങൾക്ക് EVMന് സംശയമാണെന്ന് സമാജ്വാദി പാർട്ടി പറയുന്നുണ്ട്. സമാജ്വാദി പാർട്ടി ഇതിലെ ടെക്നിക്കൽ എക്സ്പേർട്സ് ആണ്. സമാജ്വാദി പാർട്ടിയാണ് EVM മെഷീന്റെ അവർ ടെക്നിക്കലായിട്ടല്ല, അവർ രാഷ്ട്രീയമായിട്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ, ആരോപണം മാത്രമാണത്. അത് തോക്കുമ്പോൾ മാത്രമാണോ പ്രശ്നം എന്ന നിങ്ങളുടെ ചോദ്യത്തിനാണ് അവരുടെ മറുപടി. സമാജ്വാദി പാർട്ടി പറഞ്ഞു ഞങ്ങൾ ജയിച്ചാലും ഞങ്ങൾക്ക് സംശയമാണ് എന്നാണ് പറയുന്നത്. പാർട്ടിയുടെ വിഷയം അല്ലല്ലോ നമ്മുടെ, ഇന്നിപ്പോ സമാജ്വാദി പാർട്ടി അല്ലല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. മഹാരാഷ്ട്ര ഇലക്ഷനിലെ കോൺഗ്രസിന്റെ തോൽവിയും മഹാരാഷ്ട്ര ഇലക്ഷനിലെ കോൺഗ്രസിന്റെ തോൽവിക്ക് ശേഷം അവർ കണ്ടെത്തുന്ന ന്യായീകരണം. കാരണം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ EVMന്റെ പ്രവർത്തനത്തെ കുറിച്ച് അറിയാത്ത സാധാരണ ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കും. അത് അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ സഹായിക്കും. അതാണ് ഈ ഒരു നെറേറ്റീവ് പുഷ് ചെയ്യുന്നതിലൂടെ അവർ കണ്ടെത്തുന്നത്. കാരണം EVM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തോ കുഴപ്പമുണ്ട് എന്ന് വിശ്വസിക്കാൻ അവർക്ക് ഒരു EVMനെ പറ്റിയുള്ള സംശയങ്ങൾ ദൂരീകരിക്കണം എന്നുള്ളതാണ് CPMന്റെ ആവശ്യം. സുപ്രീം കോടതി പറയുമ്പോൾ താങ്കൾക്ക് അതിനേക്കാളും വലിയൊരു സ്റ്റേറ്റ്മെന്റ് സുപ്രീം കോടതി തന്നെ പറയുന്നു EVMനെ പറ്റിയുള്ള സംശയങ്ങൾ ദൂരീകരിക്കണം എന്നുള്ളതാണ് CPMന്റെ ആവശ്യം. CPM അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ ഇപ്പൊ CPM മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളെ കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോയി പോകും. EVMനെ പറ്റി നമ്മളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണം ഈ 2019 പുറത്തു വന്ന വാർത്ത,
20 ലക്ഷം EVM മിസ്സിംഗ് ആണ്. ഇത് ആരോ പറഞ്ഞതല്ല, ഒരാൾ RTI ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും അതുപോലെ ഈ EVM ഉണ്ടാക്കുന്ന കമ്പനികളോടും ചോദിച്ചു, നിങ്ങൾ എത്ര എണ്ണം EVM ഉണ്ടാക്കി? അവർ കൊടുക്കുന്ന കണക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ കൈവശമുള്ള EVM കണക്ക്, അത് തമ്മിൽ 20 ലക്ഷത്തിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ ഈ വ്യത്യാസം ചൂണ്ടിക്കാട്ടി ഈ RTI രേഖ സഹിതം ഇയാൾ കോടതിയെ സമീപിക്കുകയായത്. അത് പിന്നീട് വലിയ വാർത്തയായി. ഈ വാർത്ത പ്രചരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെ ഫാക്ട് ചെക്ക് ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? ഇത് മിസ്ലീഡിംഗ് ആണ്, ആക്യുറേറ്റ് വിവരങ്ങൾ വെച്ചുള്ള വാർത്തയല്ല. പിന്നെ പറയുക, നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്ക് FAQ എന്നെ ലിങ്ക് ഇടുക. FAQ എന്ന് വെച്ചാൽ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. അവിടെ പോകുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? EVM ഹാക്ക് പ്രൂഫാണ്. ഇത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതിൽ വിസ്തീർണം നൽകുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ഇതാരാണ് സംശയം ദൂരീകരിക്കുക? തെരഞ്ഞെടുപ്പ് കമ്മീഷനോട്ട് അത് ചെയ്യുന്നില്ല. ശ്രീ സമ്പത്ത്, കോടതി പോലും, ഒരു നിമിഷം സമ്പത്ത്, കോടതി പോലും ചോദിക്കുകയാണ്, നിങ്ങൾക്ക് തോക്കുമ്പോൾ മാത്രമാണോ ഈ പരാതി ഉള്ളൂ എന്ന്. ഇനിയിപ്പോൾ ഈ ജനങ്ങൾ, ഈ പരാതിക്കാർ എവിടെ പോകും? ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇതുപോലെ ഇപ്പോൾ തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ചർച്ച ഒരു വല്ലാത്തൊരു ഹീറ്റഡ് ഡിബേറ്റ് എന്നുള്ള നിലയിലേക്കൊന്നും പോകുന്നില്ല. ഞാനതിലേ ഡോക്ടർ VG ഹരിയും അതുപോലെ മിഥുൻ വിജയകുമാറും അജിംസും എന്നെക്കാൾ കുറച്ച് പ്രായത്തിൽ എളുപ്പമാണല്ലോ. ഞാൻ 1975 ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഭരണഘടനയിൽ പാർട്ട് 3 മൂന്നാം ഭാഗത്തിൽ മൗലികാവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അത് സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. എങ്ങനെ? പാർലമെൻറ്റിൽ അന്നുണ്ടായിരുന്ന ഗവൺമെൻറ്റിൻ്റെ ഭൂരിപക്ഷം ഉപയോഗിച്ച് അത്തരത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ഈ കോടതികളെ തന്നെ സമീപിക്കാനുള്ള പൗരൻ്റെ അവകാശമടക്കം സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. ഇത് സംബന്ധിച്ച് അന്ന് ഈ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് മുമ്പാകെ ഇതുമായി ബന്ധപ്പെട്ടൊരു ഹർജി വന്നു. ആ ഹർജി കേട്ടപ്പോൾ ഞാൻ അന്നത്തെ ചീഫ് ജസ്റ്റിസിൻ്റെ പേരൊന്നും ഇപ്പോൾ പറയണില്ല, കാരണം അതിനിപ്പോൾ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസിനും എന്തെങ്കിലും ഇപ്പോൾ റിട്ടയർ ചെയ്ത ചീഫ് ജസ്റ്റിസിനും അത് സംബന്ധിച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവണ്ട. അന്നത്തെ ചീഫ് ജസ്റ്റിസ് അതിനെ സംബന്ധിച്ച് പറഞ്ഞത്, അങ്ങനെ എക്സിക്യൂട്ടീവ് പൗരന്മാരുടെ മൗലിക അവകാശത്തെ ലംഘിക്കും എന്ന് കോടതി വിശ്വസിക്കുന്നില്ല, അല്ലാതെ ഈ കാര്യങ്ങൾ അതങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ്. അതിനകത്ത് ഒരുപാട് ലീഗൽ ടെർമിനോളജി എല്ലാം ഉപയോഗിക്കുകയുണ്ടായി. അതിന് വേണമെങ്കിൽ ഒരു മുൻകാലത്ത് ഈ AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസിൻ്റെ കാര്യത്തിൽ അന്നത്തെ സുപ്രീം കോടതി എടുത്ത നിലപാടുമായി താതാത്മ്യം പറയാം. ഈ പറയുന്ന കേസ് സുപ്രീം കോടതിയിൽ വന്ന അതേ ദിവസമാണ് കേരളത്തിൽ നിന്ന് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി രാജൻ, കോഴിക്കോട് RECയിലെ രാജൻ എന്നേക്കുമായി അപ്രത്യക്ഷനായത്. ഈ ചില ആകസ്മികമായ ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അടിയന്തരാവസ്ഥ ശരിയായിരുന്നോ എന്ന്, അല്ലെങ്കിൽ കോടതിക്ക് തോന്നി എങ്ങനെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുകയില്ല എന്ന്. അപ്പോഴാണ് ഒരു മിടുക്കനായ വിദ്യാർത്ഥി കേരളത്തിൽ നിന്ന് എന്നേക്കുമായി അപ്രത്യക്ഷമായത്. തീരുന്നില്ല. 1977 തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന് സഖാവ് EMS ഒരു മുദ്രാവാക്യം വെച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഞങ്ങൾ നീറ്റായി തോറ്റു. ഞങ്ങളുടേതായിട്ടുള്ള MLA-മാരുടെ എണ്ണം വല്ലാതെ ചുരുങ്ങി. എന്നാൽ അന്നത്തെ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റിന് കാലാവധി തികച്ച് ഭരിക്കാനായി കഴിഞ്ഞിരുന്നില്ല. അന്നത്തെ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഞങ്ങൾ വെച്ച മുദ്രാവാക്യം അതുകൊണ്ട് അത് അപ്രസക്തമായി, CPM അപ്രസക്തമായി എന്ന് ബാലറ്റായിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ ഇവിടെ മിഥുൻ വിജയകുമാർ പറയുന്നത് കേട്ടാൽ തോന്നും, നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ തോക്കുമ്പോഴാണ് ഇതിനെ സംബന്ധിച്ച് സംശയങ്ങൾ ഉന്നയിക്കുക എന്ന് കോൺഗ്രസിൻ്റെ ചങ്ങാതിയോട് ചോദിക്കുകയാണ്. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഇത്രയേ ഉള്ളൂ. നമ്മൾ തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ തീവണ്ടിക്ക് കുറുകെ അത്തരത്തിലൊരു കമ്പി അവിടെ കണ്ടു. ആ കമ്പിയിൽ തട്ടിയിട്ട് തീവണ്ടിക്കൊന്നും പറ്റിയില്ല, സുരക്ഷിതമായ എല്ലാവരും എത്തി. അതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല എന്നാണോ കരുതുക? തീവണ്ടി യാത്ര ചെയ്യാനുള്ള പാളത്തിൽ എന്തെങ്കിലും അതിനകത്ത് അസ്വാഭാവികമായി ചില കാര്യങ്ങൾ കണ്ടു, പക്ഷേ തീവണ്ടിക്കൊരു കുഴപ്പവുമില്ല, ആളുകൾക്കൊരു കുഴപ്പവുമില്ല, അതുകൊണ്ട് എല്ലാം വളരെ ഭംഗിയായി എന്നാണോ നമുക്ക് പറയാനായി കഴിയുക? അല്ലല്ലോ. ഞാനീ പറയുന്നതിൽ വേദന നമുക്കെല്ലാവർക്കും ഉള്ളതാണ്. പെരുമൺ ദുരന്തത്തെ സംബന്ധിച്ചുള്ളതിൻ്റെ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ സേഫ്റ്റി കമ്മീഷനുടെ റിപ്പോർട്ട് അജിംസ് ഉൾപ്പെടെയുള്ളവർക്ക് ഇപ്പോഴെങ്കിലും ലഭ്യമാണോ? അല്ലല്ലോ. ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള കേസ് സുപ്രീം കോടതിയിൽ ഇപ്പോഴും നിലനിൽക്കുകയില്ല അജിംസെ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്മാരെ നിയമിക്കുമ്പോൾ ആ നിയമിക്കാനുള്ള ആ സമിതിയിൽ ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തെ അവിടെ നിന്ന് ഞങ്ങൾ ഈ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചുമന്ന് മാറ്റുകയല്ലേ ഇന്ത്യ ഗവൺമെൻറ്. എക്സിക്യൂട്ടീവിനുള്ള ആ ഒരു അധികാരം ആ വിധത്തിൽ എങ്ങനെ ഈ സെൻട്രൽ ലെജിസ്ലേച്ചറിൽ നമ്മുടെ പാർലമെൻറ്റിലുള്ള ഭൂരിപക്ഷം ഉപയോഗിച്ചെടുക്കുമ്പോൾ അറിയേണ്ട ഒരു കാര്യം, ഈ ഒപ്പീനിയൻ ഓഫ് ദ മെജോറിറ്റി എന്നുള്ളത് എപ്പോഴും ശരിയാണ് എന്നുള്ള നിലയിലേക്ക് അങ്ങനെ പോവുകയല്ല വേണ്ടത്. അവിടെ ജുഡീഷ്യൽ റിവ്യൂ എല്ലാം വരുന്നത് എങ്ങനെയാണ്? അത് റാഷണൽ ആണോ എന്ന്, അത് ലോജിക്കലാണോ എന്നെല്ലാം പരിശോധിക്കുന്നത് പോലെ തന്നെ ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമാണ്.
സുപ്രീം കോടതി പോലെയുള്ള ഭരണഘടനാ സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. CBI പോലുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയൊന്നും അല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ തന്നെ കേസ് ഇതുവരെ തീർപ്പാക്കാൻ സുപ്രീം കോടതിക്ക് കഴിയാതിരിക്കുന്ന കാലത്താണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. അപ്പോഴാണ് ഈ കാര്യത്തിൽ അച്ഛൻ പത്തായത്തിലും ഇല്ല എന്ന് കുട്ടി വിളിച്ചു പറയുന്നത് പോലെ ഇത്തരം കാര്യങ്ങൾ സർക്കാരല്ല തെരഞ്ഞെടുപ്പ് നീതിപൂർവമായി നടന്നുവെന്ന് പറയേണ്ടത്. സർക്കാരിന് നേതൃത്വം നൽകുന്ന ഒരു ഏതെങ്കിലും പാർട്ടി മുന്നണിയായിരിക്കും, അവരല്ല ആ കാര്യം ചെയ്യേണ്ടത്. അവിടെ ഒരു റഫറിയായി അമ്പയറായി അത്തരത്തിൽ അവിടെ നിലകൊള്ളേണ്ടത് ആരാണ്? അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായിരിക്കണം, നീതിപൂർവമായിരിക്കണം. തുടങ്ങിയത് മുതൽ ഒടുക്കം വരെയുള്ള എല്ലാ കാര്യങ്ങളും നിഷ്പക്ഷവും നീതിപൂർവമായിരുന്നു എന്ന്, സത്യസന്ധവും സുതാര്യവും സ്വതന്ത്രവുമായിരുന്നു എന്നും ഒരു വിധത്തിലുള്ള പരിഗണനയും അത്തരത്തിലുള്ള സ്നേഹമോ വിരോധമോ ആരോടും പ്രത്യേകിച്ച് ഭരണഘടന പറയുന്ന അനുസരിച്ച് നമ്മുടെ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുമല്ലോ. അങ്ങനെ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആര് നിയോഗിക്കുന്നു, അതിനുവേണ്ടി രൂപപ്പെടുത്തിയ നിയമം എത്രമാത്രം ഭരണഘടനാ പരമാണ് എന്ന ക്വസ്റ്റ്യൻസ് നിലനിൽക്കുമ്പോഴാണ് നമ്മൾ EVM-ന്റെ സുതാര്യതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് എന്നുള്ളതും പ്രസക്തമാണ്. നന്ദി ശ്രീ ആ കാര്യം ചൂണ്ടിക്കാട്ടി. അതിഥികളിലേക്ക് തിരികെ ശ്രീ ഡോക്ടർ GV ഹരി, ഞാൻ ഈ സമാജ്വാദി പാർട്ടിയുടെ ഉദാഹരണം ചൂണ്ടിക്കാട്ടാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അവർ വിജിലൻ്റായി ഈ സ്ട്രോങ് റൂമുകൾക്ക് മുമ്പിൽ കാവൽ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UP-യിലെ റിസൾട്ട് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം. വളരെ വിജിലൻ്റായി അവർ സ്ട്രോങ് റൂമുകളിൽ കാവൽ നിൽക്കുന്നു. അവർ കൃത്യമായി ഈ EVM മെഷീനുകളെ ട്രാക്ക് ചെയ്യുന്നു. പോൾ ചെയ്യപ്പെട്ട EVM തന്നെയാണോ തിരിച്ചുകൊണ്ടുവന്ന് എണ്ണുന്നത് എന്നവർ പരിശോധിക്കുന്നു. അങ്ങനെ ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തകർ വിജിലൻ്റായിട്ടിരിക്കുന്നിടത്ത് ഈ അട്ടിമറി നടക്കുന്നില്ല. അതേസമയം എവിടെ ഗ്രാസ് റൂട്ട് ലെവലിൽ ഈ പ്രവർത്തകർ ഇത് ട്രാക്ക് ചെയ്യുന്നില്ലയോ, അല്ലെങ്കിൽ സ്ട്രോങ് റൂമിന് രാത്രി കാവൽ നിൽക്കുന്നില്ലയോ? കാരണം കാവൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തകരോട് നിരന്തരം പറയുന്ന കാര്യമാണ്. ഒരു കാരണവശാലും ഒരു നിമിഷം പോലും കണ്ണിമ ചിമ്മാതെ സ്ട്രോങ് റൂമുകളിൽ കാവൽ നിൽക്കണം. ഇതാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന ഇടങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ വിജയിക്കുന്നു, നിങ്ങൾ കണ്ണടക്കുന്നിടത്ത് നിങ്ങൾ പരാജയപ്പെടുന്നു, വലിയ മാർജിനിൽ പരാജയപ്പെടുന്നു. 6 മാസം മുമ്പ് മികച്ച വിജയം നേടിയ ഇന്ത്യ മുന്നണി മഹാരാഷ്ട്രയിൽ 6 മാസത്തിന് ശേഷം വൈപ്പ് ഔട്ട് ചെയ്യപ്പെടുന്നു. ഇതല്ലേ യാഥാർത്ഥ്യം? തീർച്ചയായിട്ടും അജിംഷ, അത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. മഹാരാഷ്ട്രയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഞെട്ടിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞു ഹരിയാനയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലും ശരി, മഹാരാഷ്ട്രയാണെങ്കിലും ശരി, ഞങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ മുന്നോട്ട് പോയിട്ടുള്ള പല നിയോജക മണ്ഡലങ്ങളിലും ഞങ്ങൾ ഞെട്ടിക്കുന്ന റിസൾട്ട്സാണ് ഉണ്ടാകുന്നത്. അപ്പം ഞാൻ പറയട്ടെ, 1 2 അല്ലെങ്കിൽ ഒരു 10 20 വോട്ടിനൊക്കെയാണ് ഈ പരാജയമെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും അതിനകത്ത് ആരോ പറഞ്ഞതുപോലെ അങ്ങനെയല്ല ജനവിധി അങ്ങനെയാണെന്ന് വിചാരിക്കാം. ഇവിടെ 40,000 വോട്ടുകൾക്കൊക്കെയാണ് പല പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരും പരാജയപ്പെട്ടു പോകുന്നത്. അപ്പോൾ അവിടെ ഇനി ഈ അജിംസ് പറയുന്ന അവിടെ നമുക്കറിയാവുന്ന പോലെ ഈ സമാജ്വാദി പാർട്ടിയുടെ പ്രവർത്തകർ അവിടെ കാവലിരിക്കുന്നത് പോലെ ഇനി എല്ലാ സ്ഥലത്തും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരടക്കം ഇനി കാവലിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലെ ചോദ്യം. നോക്കൂ, ജനാധിപത്യത്തെ തടസ്സപ്പെടുത്തിയല്ല ഈ സ്വരാ ഭാസ്കറുടെ ഭർത്താവായ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നല്ലോ അവിടെ, സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്നു. അതെ, മൂപ്പരുടെ ഒരു പരാതി എന്ന് പറയുമോ, 99% ബാറ്ററി ചാർജ് കാണിക്കുന്നു EVM കൗണ്ടിങ് സ്റ്റേഷനിൽ അത് കൗണ്ട് ചെയ്യുമ്പോൾ. അതായത് ദിവസങ്ങൾക്ക് മുമ്പ് പോൾ ചെയ്യപ്പെട്ട ഒരു ദിവസം മുഴുവനായി ഉപയോഗിച്ചൊരു EV മെഷീൻ അത് എണ്ണാൻ നേരത്ത് 99% ചാർജ് വരുന്നത് എങ്ങനെയാണ്? അത്തരം ചാർജുള്ള EVM എണ്ണുമ്പോൾ ഞങ്ങൾ തോറ്റുപോകുന്നു. ഹരിയാനയിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. ഹരിയാനയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഉന്നയിച്ച പ്രധാന പരാതിയാണിത്. ഒരു സമയത്ത് ലീഡ് നിലനിർത്തിക്കൊണ്ടിരുന്ന കോൺഗ്രസ് ഈ 99% ചാർജുള്ള EVM എണ്ണുമ്പോൾ തോറ്റുപോകുന്നു. അപ്പോൾ അത് തെളിവ് സഹിതമാണ്. ആ തെളിവ് സഹിതം എങ്ങനെയാണ് തോക്കുന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്. പക്ഷെ നിങ്ങൾക്കിപ്പോഴും അസേർട്ടീവായി ഇതാണ് അവിടെ സംഭവിക്കുന്നത് എന്ന് പറയാൻ പാകത്തിലുള്ളൊരു അന്വേഷണങ്ങൾ പാർട്ടി തലത്തിൽ പോലും നടത്തിയിട്ടില്ല. അല്ല, അതിൻ്റെ ഒരു തുടക്കമാണ് നമ്മൾ പറഞ്ഞത്. ഞങ്ങൾ എല്ലാ തരത്തിലുമുള്ള ഒരു പ്രക്ഷോഭം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, ഒരു ടെക്നിക്കൽ ഒരു നോഹവ് നമുക്ക് ഇതിനകത്തുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുമ്പിലേക്ക് വരുമ്പോൾ സുപ്രീം കോടതിയിൽ അജിംസിന് അറിയാത്ത കാര്യമല്ല, നമുക്ക് തെളിവുകളാണ് ആവശ്യം. നമ്മളവിടെ പോയി ഒരു ഹർജി കൊടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ വാക്കാൽ പറഞ്ഞതുകൊണ്ടോ കാര്യമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ തെളിവ് ശേഖരിക്കേണ്ട അല്ലെങ്കിൽ ആ തെളിവ് കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ, ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിനുണ്ട്. അതിന് ചെയ്യുവാൻ ആവശ്യമായിട്ടുള്ള നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോകും. അപ്പോൾ അജിംസ് പറഞ്ഞ ഒരു ഉദാഹരണമാണ് 99% ബാറ്ററി ഉള്ളിടത്ത് BJP വിജയിക്കുന്നു എന്നുള്ളത്. അത് മഹാരാഷ്ട്രയിലും അത് തന്നെയാണ് സ്ഥിതി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയടക്കമുള്ള നേതാക്കന്മാർ പറഞ്ഞത് അത് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ പറയട്ടെ, അതെല്ലാം മാറ്റിവെക്കാം. ഞാൻ പറയുന്ന ആ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചാൽ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെക്കാം. രാജ്യത്ത് ഒരു പ്രമുഖമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി,
രാജ്യം ഭരിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടി, രാജ്യത്തെ മാധ്യമങ്ങൾ, രാജ്യത്തെ ആക്ടിവിസ്റ്റുകൾ, രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഒരു സംശയം പ്രകടിപ്പിച്ചാൽ ആ സംശയം ദൂരീകരിക്കാൻ ഈ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയിൽ എന്തെങ്കിലും സംവിധാനം ഉണ്ടാവേണ്ടേ? അത് ചെയ്യേണ്ടതാരാണ്? അതാണ് ഡോക്ടർ സമ്പത്ത് നേരത്തെ സൂചിപ്പിച്ചത്. അത് ചെയ്യേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. ആ ഇലക്ഷൻ കമ്മീഷൻ മിയർ ഒരു പ്രസ്താവനയ്ക്ക് അപ്പുറത്തേക്ക് ഇങ്ങനെയല്ല, ഇതാണിതാ, ഞങ്ങൾ അത് നിങ്ങളുടെ ഈ പരാതി അല്ലെങ്കിൽ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഈ പരാതി ഞങ്ങൾ എടുത്തുകൊണ്ട് സീരിയസ് ആയി കണ്ടുകൊണ്ട് ഞങ്ങൾ നിങ്ങൾ കൂടി പറയുന്ന സജസ്റ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കൽ എക്സ്പേർട്ടിനെ കൂടി കണ്ടുകൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഇതിന് പരിഹാരം ഉണ്ടാക്കണം. അങ്ങനെ മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ജനാധിപത്യം കൊണ്ട് എന്തർത്ഥമാണുള്ളത്? അപ്പം നമ്മൾ മനസ്സിലാക്കുക, നമ്മളെല്ലാം ഒരു സംശയ നിഴലോടുകൂടി അല്ലെങ്കിൽ സംശയത്തോടു കൂടി മാത്രമേ കാണുകയുള്ളൂ. അപ്പോൾ ആ സംശയത്തോടു കൂടി രാഷ്ട്രീയ പാർട്ടികൾ ഈ ഇലക്ഷനെ കാണുന്നത് ഒട്ടും തന്നെ ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇവിടെ നേരത്തെ മിഥുൻ പറഞ്ഞു എനിക്ക് ഈ ബ്ലൂടൂത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഞാൻ ചോദിക്കട്ടെ അജിംസെ, ബ്ലൂടൂത്ത് ഉപയോഗിക്കാൻ നമുക്കറിയാം. എൻ്റെ ഫോണിൽ നിന്ന് അജിംസിൻ്റെ ഫോണിലേക്ക് ഒരു ഫോട്ടോയൊക്കെ നമുക്ക് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സൊക്കെ നമുക്ക് അയക്കാം. ഞാൻ ചോദിക്കട്ടെ, ഇത് നമുക്ക് അയക്കാൻ അറിയാമെന്നുള്ളതിൽ ഒരു ടെക്നിക്കൽ, എനിക്കറിയില്ല കേട്ടോ, ഞാനത് തുറന്നു പറയുകയാണ്, അതിൻ്റെ ടെക്നിക്കൽ നോഹോവിനെ കുറിച്ച് എനിക്കൊരു ധാരണയില്ല. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ടെക്നിക്കൽ നോഹോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രയാസമായിരിക്കും. ഒരു ഇൻ്റർനെറ്റ് ലെവലിലുള്ള വർക്കിംഗ് അല്ലെങ്കിൽ എങ്ങനെയാണ് വെബ്സൈറ്റുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറയാൻ കഴിയുമെങ്കിൽ പോലും ഈ ബ്ലൂടൂത്ത് പോലുള്ള സാങ്കേതിക വിദ്യകളെക്കുറിച്ച് പറയാൻ ഞാൻ അശക്തനാണ്. അപ്പോൾ അതുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു കാര്യം, ഇത് ടാമ്പർ ചെയ്യാൻ പറ്റാത്ത വൺ ടൈം ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്, ഇത് ടാമ്പർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയേണ്ടതാരാണ്? അജിംസ് വളരെ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഇലോൺ മസ്ക് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ചാണ്. അതേ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന EVM ഞാൻ ഹാക്ക് ചെയ്യാമെന്ന് പറഞ്ഞതും ഇലോൺ മസ്ക് ആണ്. കറക്റ്റായിട്ട് താങ്കൾ സൂചിപ്പിച്ചു. അപ്പം നോക്കൂ, ഈ സംവിധാനങ്ങൾ ഇലക്ട്രോണിക് മാധ്യമമാണ്. അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്, കേരളത്തിലിരിക്കുന്ന ഒരാളുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പണം ആഫ്രിക്കയിലിരിക്കുന്ന ഒരുത്തൻ്റെ വീട്ടിലെ അക്കൗണ്ടിലേക്ക് പോകുന്നത് എങ്ങനെയെന്നത് നമുക്ക് അറിയാമല്ലോ. ഇത് സാധിക്കുമെങ്കിൽ ഒരു വോട്ട് മറിക്കാനാണോ അല്ലെങ്കിൽ ഒരു വോട്ട് മാറ്റിയെടുക്കാനാണോ എന്ന സംശയം ജനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും മുന്നോട്ട് വെക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അഡ്രസ്സ് ചെയ്യാൻ ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വരേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അത് വന്നില്ല എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറാകും. ശരി, ശ്രീ മിഥുൻ, ഇവിടെ ഈ പ്രതിപക്ഷ കക്ഷികൾ നിരന്തരം ഈ പരാതി ഉന്നയിക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ FAQ പോയി നോക്കൂ എന്നാണ് പറയുന്നത്. വേറെ ഒരു വിശദീകരണവും അവർ നൽകുന്നില്ല. എന്താണ് വിശ്വസനീയമായൊരു വിശദീകരണവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തരുന്നില്ല. ഇവിടുത്തെ ഒരു ഡോക്ടറെ സംബന്ധിച്ച് ചൂണ്ടിക്കാട്ടിയ കാര്യം, തെരഞ്ഞെടുപ്പിൽ റഫറിയുടെ റോളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പക്ഷേ റഫറിയെ നിശ്ചയിക്കുന്നത് കളിക്കാരിലെ ഒരു ടീമാണ് എന്ന് വരുന്ന ഒരവസ്ഥയുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്മാരെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ഉണ്ടാവില്ല എന്ന് പുതിയ നിയമം കൊണ്ടുവന്ന ഒരു സർക്കാരാണിത്. അവിടെ എന്ത് നിഷ്പക്ഷതയാണ് തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുക? അല്ല അജിംസെ, നമ്മൾ ഈ EVM കാര്യം ചർച്ച ചെയ്യുമ്പം അതിൽ ഏറ്റവും ചുരുങ്ങിയത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ സമാജ്വാദി പാർട്ടി എന്തെങ്കിലും പറഞ്ഞു, അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയിലെ ഏതെങ്കിലും നേതാവ് സ്വരാ ഭാസ്കറിന്റെ ഭർത്താവ് എന്തോ പറഞ്ഞു, അതല്ല ഇവിടെ അതിന്റെയൊക്കെ ഓത്തന്റിസിറ്റിയെ പ്രൂവ് ചെയ്യുന്ന കാര്യം. അല്ലെങ്കിൽ ഇതിനെ സംശയിക്കണം എന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു എവിഡൻസ് എവിടെ നിന്നെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഇൻഡിപെൻഡന്റ് അനലിസ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിസർച്ചർ ഇതിനെക്കുറിച്ച് അങ്ങനെ കമന്റ് ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് ഇത് കണ്ടുപിടിക്കാൻ അങ്ങനെയുള്ള എനിക്ക് സംശയം തോന്നിയപ്പോഴാണ് ഒരു നിമിഷം കഴിഞ്ഞ അസം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഈ വോട്ട് ചെയ്യപ്പെട്ട EVM സ്ഥലത്തെ സിറ്റിംഗ് MLA-യുടെ വണ്ടിയിൽ നിന്ന് കണ്ടെടുത്തു. നാട്ടുകാർ കണ്ടെടുത്താണ്, വണ്ടി തടഞ്ഞ് കണ്ടെടുത്തതാണ്. അപ്പൊ അതേക്കുറിച്ച് ഒരു നിമിഷം, അതേക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതെന്നറിയാം. അത് EVM കൊണ്ടുപോകുന്ന ഉദ്യോഗസ്ഥർ അവരുടെ വണ്ടി കേടായി, അപ്പോൾ വഴിയിലൂടെ വന്ന ഒരു വണ്ടി കൈ കാണിച്ച് കയറിയതാണ്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല എന്നാണ്. ഇത് സംശയം ഉണ്ടാകുന്ന കാര്യം തന്നെയാണ്. നമ്മൾ ചർച്ചയുടെ മെറിറ്റിന് വ്യതിചലിച്ചു പോകരുത്. നമ്മൾ ചർച്ച ചെയ്യുന്നത് EVM-ലേക്കുള്ള ഒരു ആക്സസിനെ കുറിച്ചാണ്, ഒരു ഫിസിക്കൽ ആക്സസിനെ കുറിച്ചാണ് താങ്കൾ സംസാരിക്കുന്നത്. താങ്കൾ ഈ പറയുന്ന കാര്യം ബാലറ്റ് ബോക്സ് ആയിട്ട് ചെയ്യാൻ പറ്റില്ലേ? കൊണ്ടുപോകുന്ന ബാലറ്റ് ബോക്സ് എന്താ ഫിസിക്കലി ആക്സസ് ചെയ്യാൻ പറ്റില്ലേ? അങ്ങനെയുള്ള സംഭവങ്ങൾ എന്താ നടന്നിട്ടില്ലേ? അപ്പം അങ്ങനത്തെ ഇൻസിഡൻസിനെ കമ്പയർ ചെയ്തുകൊണ്ടാണോ താങ്കൾ EVM-ന്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ബാലറ്റ് ബോക്സും ചോദ്യം ചെയ്യപ്പെടണം. അങ്ങനെയാണെങ്കിൽ ഒന്നും റിലയബിൾ അല്ല. ഇവിടെ ശ്രീ സമ്പത്ത് കുറെ നേരം സംസാരിച്ചു. അദ്ദേഹം വിമാനത്തെക്കുറിച്ചും തീവണ്ടിയെക്കുറിച്ചൊക്കെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇതിന്റെ പോസിബിലിറ്റിയെ കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെ എന്താ പറയുക, ഇങ്ങനെ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതയില്ലേ? സാധ്യത ഇല്ല എന്നത് വളരെ വ്യക്തമാണ് സർ. അതിനുള്ള പോസിബിലിറ്റി ഇല്ല. അതൊരു സ്റ്റാൻഡ് അലോൺ ഡിവൈസ് ആണ്, അതൊരു നെറ്റ്വർക്ക് കണക്റ്റഡ് ഡിവൈസ് അല്ല. ഇവിടെ നേരത്തെ ശ്രീ GB ഹരി സൂചിപ്പിച്ച പോലെ കേരളത്തിലിരുന്നു കൊണ്ട് ആഫ്രിക്കയിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ ഒരു നെറ്റ്വർക്ക് വഴിയാണ് ഇത് പോകുന്നത്. അങ്ങനെ നെറ്റ്വർക്കിലേക്ക് ഇത് കണക്റ്റഡ് അല്ല. പിന്നെ താങ്കൾ ഇവിടെ എന്തിനെ കുറിച്ചും ഇത് ഫുൾ പ്രൂഫ് അല്ല, അങ്ങനെ ഒന്നും ഫുൾ പ്രൂഫ് അല്ല. ഒന്ന് പറഞ്ഞോട്ടെ, ഈ ഫുൾ പ്രൂഫ് ആണോ, എത്രത്തോളം പോസിബിലിറ്റി ഉണ്ട് അതിനെ കുറിച്ച് നമ്മള് പറഞ്ഞതുപോലെ ഈ പണം പോകുന്നത്
പണം പോകുന്നത് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് പണം പോകുന്നത് ഇന്റർനെറ്റിന്റെ സഹായത്തോടെയാണ് തീർച്ചയായിട്ടും നമുക്കറിയാം, അതിന് സംശയമില്ല. ഞാൻ ചോദിക്കുന്നത് അത്തരത്തിൽ ചെയ്യാൻ കഴിയുന്നൊരു സാഹചര്യം അല്ലെങ്കിൽ ഒരു സാങ്കേതികമായിട്ടൊരു സംവിധാനം നമ്മുടെ ലോകത്ത് തന്നെ വികസിച്ചെടുക്കുമ്പോൾ ഇതുപോലുള്ള ഈ സ്റ്റാൻഡ് അലോൺ ഡിവൈസിനെ പോലും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന എക്സ്പേർട്സുകൾ ഉണ്ട് എന്നുള്ളൊരു സംശയം ജനങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ദൂരീകരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, മറ്റൊരു കാര്യം കൂടി മിഥുൻ, ഞാൻ അങ്ങനെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൂടി സൂചിപ്പിക്കണം മിഥുൻ. മിഥുൻ, ഈ EVM-നകത്ത് ഉപയോഗിക്കുന്ന ചിപ്പ്, ആ ചിപ്പ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നതല്ല, ജപ്പാനിൽ നിന്നോ കൊറിയയിൽ നിന്നൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ്. അതുകൂടി ശ്രദ്ധിക്കണം. അതിലെ കോഡ് എന്താണ്, അതിലെ കോഡ് എങ്ങനെയാണ് എഴുതി വെച്ചിട്ടുള്ളത്, ഈ EVM ചെയ്യേണ്ട പണി എന്താണ് എന്ന്, എന്ത് കോഡാണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളതെന്ന് പരിശോധിക്കാൻ പോലും അറിയില്ല. അതിന്റെ കോഡ് ആർക്കും അറിയില്ല, ഇന്ത്യയിൽ ആരും കാണുന്നില്ല. ഇത് പരിശോധിക്കുന്ന ആരാണെന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ അവിടെ വോട്ട് ചെയ്യുന്ന വളരെ സിമ്പിളായിട്ടുള്ള പണി മാത്രമാണോ ചെയ്യുന്നത്, അതല്ല മറ്റെന്തെങ്കിലും അതുവഴി ചെയ്യാൻ കഴിയുമോ? അതിൽ കോഡ് ചെയ്യപ്പെട്ടുള്ള ലാംഗ്വേജ് പ്രകാരം പോൾ ചെയ്യപ്പെട്ട വോട്ട്, ഇപ്പോൾ താമരയ്ക്ക് കുത്തിയ വോട്ട് കൈപ്പത്തിയിലേക്ക് പോട്ടെ എന്നാണ് അതിൽ കോഡ് ചെയ്യപ്പെട്ടതെങ്കിൽ നമുക്കറിയില്ല അങ്ങനെയാണോ എന്ന്. അപ്പോൾ അത് പൂർണ്ണമായും സംശയരഹിതമായ ഒന്നാണ് എന്ന് ഈ എക്സിക്യൂട്ടീവ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുമ്പോൾ അത് വിശ്വസിക്കാൻ സൗകര്യമില്ല എന്നൊരു വോട്ടർക്ക് പറയാം. താങ്കൾക്ക് ഇവിടെ ഇലക്ഷൻ കമ്മീഷനെ വിശ്വസിക്കേണ്ട, താങ്കൾക്ക് ഇവിടെ കോടതിയും വിശ്വാസമില്ലേ? കോടതി പോലും പറയുന്നു EVM-നെ വിശ്വസിക്കാതിരിക്കാനുള്ള കാരണങ്ങളൊന്നുമില്ല എന്ന്. അപ്പം ഒരു കാര്യം കൂടി പറയാം. ഇന്നലെ സുപ്രീം കോടതിയിൽ ഹർജിയുമായി പോയത് ഇന്ത്യയിൽ വർഷങ്ങളായിട്ടില്ലാത്ത ഏതൊരു ഇവാഞ്ചലിസ്റ്റ് ആണ്, KA പോൾ. അദ്ദേഹം പറയുന്നത് ഞാൻ പോയ രാജ്യങ്ങളിലൊന്നും ഇതില്ല. അദ്ദേഹം പോയി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെയൊന്നും ഇല്ല, അതുകൊണ്ട് ഇവിടെ വേണ്ട. എനിക്ക് തോന്നുന്നത് EVM-നെതിരായിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള ഒരു ഹർജി വരുന്നത് തടയാൻ വേണ്ടി കൊടുത്ത ഹർജിയാണോ എന്ന് പോലും സംശയമുണ്ട്. അജിംസെ, ഏപ്രിൽ 2024 സുപ്രീം കോടതി സമാനമായ രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. EVM-നെ സംശയിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇവിടെ സുപ്രീം കോടതി പറഞ്ഞാൽ പോലും ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഇലക്ഷൻ കമ്മീഷനെ വിശ്വാസമില്ല, കോടതികളെ വിശ്വാസമില്ല. പിന്നെ ആരെയാ വിശ്വാസമുള്ളത്? സമാജ്വാദി പാർട്ടി നേതാവിനെയും പിന്നെ സ്വരാ ഭാസ്കറിന്റെ ഭർത്താവിനെയാണോ? അപ്പൊ താങ്കൾക്ക് ഇവിടെ അനാവശ്യമായ ഒരു നെറേറ്റീവ് ഉണ്ടാക്കിയെടുക്കണം. ഞാൻ ഇതിനെ EVM-നെ അനുകൂലിച്ച പ്രതികരിച്ചല്ല. ഏപ്രിൽ നടന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ വിവിപാറ്റ് പൂർണ്ണമായും എണ്ണണം എന്ന ADR എന്ന് പറയുന്ന NGO-യുടെ ആവശ്യത്തോട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങി കഴിഞ്ഞു. ഇപ്പോൾ ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമേ പറഞ്ഞോളൂ. അല്ലാണ്ട് EVM-ന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയല്ലേ ഇത്. ഇന്നലെ ഉണ്ടായത് ഹർജിക്കാരൻ നേരിട്ടാ വാദിച്ചത്, ഒരു വക്കീൽ പോലും ഇല്ലായിരുന്നു. അല്ല അജിംസ്, ഇവിടെ ഈ രാജ്യത്ത് EVM ഹാക്ക് ചെയ്യപ്പെട്ട ഒരു സംഭവമെങ്കിലും അജിംസ് പറഞ്ഞുതരും എനിക്ക്. ഫിസിക്കൽ ആക്സസിനെ കുറിച്ച് അജിംസ് ഇവിടെ ഫിസിക്കലി ആക്സസ് ചെയ്യുന്നതിനെ കുറിച്ചും അവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി ആരൊക്കെയോ ഏതൊക്കെ വണ്ടിയിൽ കൊണ്ടുപോയി എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് EVM-നെ ഹാക്ക് ചെയ്ത ഒരു സംഭവമെങ്കിലും പറയാൻ താങ്കൾക്ക് പറ്റുമോ? അപ്പം അങ്ങനെ ഒരു ഇൻസിഡന്റ് ഇല്ലാത്ത പക്ഷം ഞാൻ എന്തുകൊണ്ട് വിശ്വസിക്കണം താങ്കളുടെ വാദം ശരിയാണെന്ന്? EVM ഹാക്ക് ചെയ്യപ്പെടും, ഞാൻ പറയുന്നത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുന്നു എന്ന സംശയം വ്യാപകമാവുമ്പോൾ EVM കൂടി അതിൽ വരുന്നു. അത് ഹാക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. EVM അതിൽ എന്തുകൊണ്ട് വരുന്നു? കാരണം അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുന്ന ഒരു എളുപ്പം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാർഗമാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. അപ്പം ഓരോ സമയത്തും എവിടെയൊക്കെ ഇലക്ഷനിൽ തോൽക്കുന്നു അവിടെയൊക്കെ തന്നെ ജനങ്ങൾക്ക് EVM-നെ പറ്റി ഉയർന്ന സംശയം തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വരുന്ന സംശയമായി തന്നെ മാറുന്നതാണ്. മിഥുൻ പറയുന്ന ഒരു പോയിന്റ് വാലിഡാണ്. ശ്രീ ഡോക്ടറെ സമ്പത്ത്, ഒറ്റ കാര്യം, ഈ EVM-നെതിരായിട്ട് ഇപ്പോൾ കോൺഗ്രസ് ഒരു പ്രചാരണത്തിന് പോകും എന്ന് പറയുന്നു. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് സംശയം ദൂരീകരിച്ചില്ലെങ്കിൽ അതിന് ഒരു മറുവശമുണ്ട്. ഇവിടെ മിഥുൻ ചൂണ്ടിക്കാട്ടുന്നത് പോലെ വോട്ടർമാർക്ക് ഇത് മൊത്തം സംശയമായി കഴിഞ്ഞാൽ അവർ വോട്ട് ചെയ്യാനേ തയ്യാറാവില്ല. തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് തന്നെ ജനങ്ങൾക്കിടയിൽ സംശയം ഉയരാനും അത്തരമൊരു പ്രചാരണം കാരണമാകും. നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരിക്കെ കോൺഗ്രസിന്റെ ആ നീക്കത്തെ പിന്തുണയ്ക്കുമോ? ഡോക്ടർ സമ്പത്ത്. ഇന്ത്യ മുന്നണിയിലെ വിവിധ കക്ഷികൾക്ക്, അത് രാഷ്ട്രീയ പാർട്ടികൾ, അവർക്ക് അവരുടേതായ അഭിപ്രായം അത് പറയാനുള്ള എല്ലാ അവകാശവുമുണ്ട്. അത് NDA മുന്നണിയിലായാലും ഉണ്ട്, ഏത് മുന്നണിയിൽ. അതല്ലാതെ ഇപ്പോൾ ഈ ഇന്ത്യ മുന്നണി അതിനകത്തൊരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഈ 1ാം UPA സർക്കാരിന് ഇടതുപക്ഷം പിന്തുണ നൽകിയതുപോലെ എന്നൊന്നും ദയവായി ധരിച്ചു കളയരുത്. ഇവിടെ വിഷയം എന്താണ്? നമുക്ക് സ്വതന്ത്രവും നിഷ്പക്ഷവും സത്യസന്ധവുമായ നിലയിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആദ്യാവസാനം നടക്കണം. അതാണല്ലോ വിഷയം. അല്ലാതെ ഇപ്പോൾ ഇത് വളരെ കൃത്യമായി നമ്മൾ ഈ ചർച്ച ഇപ്പോൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് വല്ലാതെ ഇപ്പോൾ എൻ്റെ 2 ചങ്ങാതിമാർ വലത് നിരീക്ഷകൻ എന്നുള്ള നിലയിൽ ഇപ്പോൾ മിഥുൻ പറയുമ്പോഴും അത് കൃത്യമായി ജസ്റ്റ് ലൈക്ക് ദ മൗത്ത് പീസ് ഓഫ് ദ BJP എന്നുള്ള നിലയിലേക്ക്, ഇപ്പോൾ VG ഹരി പറയുമ്പോൾ കോൺഗ്രസിൻ്റെ കൃത്യമായി വക്താവ് എന്നുള്ള നിലയിലേക്ക് നമ്മുടെ ഈ ഒരു ചർച്ച ഉദ്ദണ്ഡനും ഭട്ടതിരിയും തമ്മിൽ നടക്കുന്നതായിട്ടുള്ള തർക്കം പോലെ വിദണ്ഡവാദത്തിന് വേണ്ടി അല്ലല്ലോ അജിംസ്. നമ്മളിപ്പോൾ ഈ ഒരു രാത്രിയിൽ നമ്മൾ ഈ ഒരു ചർച്ചയുടെ ഈ വിഷയം എന്നുള്ളത് എന്താ? ഒന്ന്,
നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ മൾട്ടി പാർട്ടി ഡെമോക്രസി, ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥയാണ്. 75 കൊല്ലമായിട്ടുള്ള നമ്മുടെ ഒരു ഭരണഘടന, ആ ഭരണഘടനയിൽ നിക്ഷിപ്തമായിട്ടുള്ള അത് അങ്ങനെ ഈ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് അവിടെ പറഞ്ഞിട്ടുള്ളത് വെച്ചാണ് എങ്കിൽ ആ ഡിവിഷൻ ഓഫ് പവേഴ്സ് പറഞ്ഞിട്ടുള്ളതനുസരിച്ചാണ് എങ്കിൽ കോടതികൾക്ക് അതിൻ്റേതായ അധികാരങ്ങളുണ്ട്, ആ ചുമതലകളുണ്ട്. ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതിൻ്റേതായ അധികാരങ്ങളും ചുമതലകളുമുണ്ട്. ആ അധികാരങ്ങളും ചുമതലകളും എന്നുള്ളത് അവർ കൃത്യമായി നിർവഹിക്കണം. അല്ലാതെ ഗവൺമെൻറ് അത് ചെയ്യുന്നോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് നേതൃത്വം നൽകുന്ന പാർട്ടി ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ല. ഏത് സർക്കാരായാലും അത് സംസ്ഥാനമായാലും ഇന്ത്യ ഗവൺമെൻറ് ആയാലും ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് അത് സുതാര്യവും നിഷ്പക്ഷവുമാണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ട, വോട്ടർമാരെ ബോധ്യപ്പെടുത്തേണ്ട ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ ചുമതല നിർവഹിക്കുന്നുണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് എ സമ്പത്ത് ഉന്നയിക്കുന്നത്. വളരെ നന്ദി ശ്രീ സമ്പത്ത്. ജി വി ഹരി, മിഥുൻ വിജയകുമാർ.